ശരിയായ ബൈബിൾ വ്യാഖ്യാനത്തിനുള്ള അടിസ്ഥാന തത്വങ്ങൾ നാം മനസ്സിലാക്കണം. മാനുഷികമായ വ്യാഖ്യാന തത്വങ്ങൾക്കൊന്നും ബൈബിളിനേക്കാൾ ആധികാരികത ഇല്ല. എന്നാൽ ബൈബിൾ ശരിയായി മനസ്സിലാക്കുന്നതിന് അത്യാവശ്യമായ ചില തത്വങ്ങൾ ബൈബിളിൽ നിന്ന് തന്നെ വെളിപ്പെടുന്നു. അവയിൽ ചിലത് നമുക്ക് അല്പമായി ചിന്തിക്കാം. ബൈബിൾ ദൈവികവും മാനുഷികവുമായ ഒരു പുസ്തകമാണ് എന്ന് മനസ്സിലാക്കുക. തെളിവില്ലാതെ തന്നെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില സത്യങ്ങളുണ്ട്. അത്തരം സത്യങ്ങളിൽ നിന്ന് ചില അനുമാനങ്ങളിൽ എത്തിച്ചേരാനും മനുഷ്യന് കഴിയും. മനുഷ്യരിലേക്ക് ചില ആശയങ്ങൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടി മനുഷ്യർ സംസാരിക്കുന്ന ഭാഷകളിൽ ചില മനുഷ്യരാൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ബൈബിൾ എന്നത് തെളിവില്ലാതെ തന്നെ വ്യക്തമാകുന്ന ഒരു സത്യമാണ്. ഈ പുസ്തകത്തെ തുറന്ന മനസ്സോടെ പഠിക്കുന്നവർക്ക് തെളിവില്ലാതെ തന്നെ വ്യക്തമാകുന്ന മറ്റൊരു വസ്തുത ബൈബിൾ ദൈവികമായ പുസ്തകമാണ് എന്നതാണ്. ഈ രണ്ട് വസ്തുതകളാണ് ബൈബിൾ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. വാക്കുകളുടെ അർത്ഥവും വ്യാകരണവും ശരിയായി മനസ്സിലാക്കണം. ബൈബിൾ ഭാഗത്തിന് ദൈവം ഉദ്ദേശിക്കുന്ന അർത്ഥം ഏറ്റവും കൃത്യമായി കണ്ടുപിടിച്ച് വെളിപ്പെടുത്തുകയാണ് വ്യാഖ്യാനത്തിന്റെ ലക്ഷ്യം. വ്യാഖ്യാനക്കാരന്റെ ചിന്തകൾ ബൈബിളിന്റെ മേൽ കെട്ടിവയ്ക്കുന്നത് തെറ്റാണ്. ചിന്തകൾ പ്രകടമാക്കുന്നത് വാക്കുകളിലൂടെയാണ്. വാക്കുകൾ കൊണ്ടാണ് വാക്യങ്ങൾ ഉണ്ടാകുന്നത്. വാക്യത്തിൽ വാക്കുകളുടെ അർത്ഥവും അവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിയായ വ്യാകരണവും പ്രത്യേകം മനസ്സിലാക്കണം. വ്യാകരണം എന്നതിൽ വാക്കുകളുടെ അർത്ഥം, വാക്കുകളുടെ രൂപഘടന അർത്ഥത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, വാക്കുകൾ അവയുടെ വിവിധ രൂപങ്ങളിൽ എങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നു, വാക്കുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന രീതികൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നു. വാക്കുകളുടെ അർത്ഥം പഠിക്കുമ്പോൾ വാക്കുകളുടെ ഉത്ഭവത്തിന്റെയും വളർച്ചയുടെയും ചരിത്രം, അവയെ ബൈബിളിൽ മറ്റു ഭാഗങ്ങളിൽ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു, അവയുടെ പര്യായ പദങ്ങളും വിപരീത പദങ്ങളും എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു, അവ സമാന്തരവും വിപരീതവുമായ വിവിധ സാഹചര്യങ്ങളിൽ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. വാക്കുകളുടെ അർത്ഥം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ മൂലഭാഷയിലെ മൂലവാക്കിൽ നിന്നോ ആ വാക്കിന്റെ ഇന്നത്തെ അർത്ഥത്തിൽ നിന്നോ ഗ്രന്ഥകാരൻ ഉദ്ദേശിച്ച അതിൻ്റെ യഥാർത്ഥ അർത്ഥം കണ്ടുപിടിക്കാൻ കഴിയണമെന്നില്ല. എന്നാൽ ആ വാക്കിന് അന്നുണ്ടായിരുന്ന സാധാരണമായ അർത്ഥം ഏതെന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ ശരിയായ അർത്ഥം വ്യക്തമാകുന്നതാണ്. വാക്കുകൾക്ക് ഇന്നുള്ള അർത്ഥം വാക്കുകളുടെ മേൽ ആരോപിച്ചാൽ ഗ്രന്ഥകാരൻ ഉദ്ദേശിച്ച യഥാർത്ഥ അർത്ഥം നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ഏതു വിഷയത്തെപ്പറ്റിയും പഠിക്കുമ്പോൾ പ്രസക്തമായ വാക്കുകളുടെ എല്ലാം നിർവചനങ്ങൾ ദൈവവചനപരമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അനുഭവാധിഷ്ഠിതമായ നിർവചനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വ്യാഖ്യാനങ്ങൾ തെറ്റുകളിലേക്ക് നയിക്കും. വാക്കുകൾക്ക് അവയുടെ സാധാരണമായ അർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായ അർത്ഥങ്ങൾ നൽകിയാൽ ആശയവിനിമയം അസാധ്യമാകും. തൻ്റെ മനസ്സിലുള്ള ആശയം വായനക്കാരനിലേക്ക് കൈമാറുക എന്നതാണ് എഴുത്തുകാരന്റെ ലക്ഷ്യം. എഴുത്തുകാരന്റെ ചിന്തകൾ വായനക്കാരന് മനസ്സിലാകണമെങ്കിൽ ഇരുകൂട്ടർക്കും പൊതുവായ ഭാഷാരൂപങ്ങളാണ് എഴുത്തുകാരൻ ഉപയോഗിക്കേണ്ടത്. അതിനാൽ ബൈബിൾ എഴുതിയ കാലഘട്ടത്തിൽ വാക്കുകൾക്ക് ഉണ്ടായിരുന്ന അർത്ഥം നിലനിർത്തിയില്ലെങ്കിൽ ശരിയായ ആശയവിനിമയം പ്രയാസമാകും. അക്കാരണത്താൽ
വാക്കുകളുടെ അർത്ഥം അട്ടിമറിക്കാനുള്ള ഏതു ശ്രമത്തെയും നാം സൂക്ഷിക്കണം. വിവിധ തരം സാഹിത്യരൂപങ്ങൾ ശരിയായി പരിഗണിക്കണം. ബൈബിൾ ഒരു പുസ്തകമായതിനാൽ അതിന് സാഹിത്യ രൂപമുണ്ട്. ബൈബിൾ ഗ്രന്ഥങ്ങൾ പല സാഹിത്യ രൂപങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ളവയാണ്. ബൈബിളിന്റെ ഓരോ ഭാഗത്തും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥം അതിൻ്റെ സാഹിത്യ രൂപത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആ സാഹിത്യ രൂപങ്ങളുടെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കാതെ അവയെ വ്യാഖ്യാനിച്ചാൽ തെറ്റുപറ്റിയേക്കും. അതിനാൽ ഓരോ ബൈബിൾ ഭാഗത്തെയും അതതിൻ്റെ സാഹിത്യ രൂപത്തെയും ശൈലിയെയും മനസ്സിലാക്കി വേണം വ്യാഖ്യാനിക്കാൻ. സാഹിത്യരൂപപരമായ അർത്ഥം ബൈബിൾ ഭാഗത്തിന്റെ ചരിത്രപരവും വ്യാകരണപരവുമായ പദാനുപദ വാക്യാർത്ഥം തന്നെയാണ്. ബൈബിളിലുള്ള വിവിധ സാഹിത്യരൂപങ്ങളിൽ പ്രധാനമായ ചിലത് താഴെ പറയുന്നു. വാക്യാലങ്കാരങ്ങൾ, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. വാക്യാലങ്കാര പ്രയോഗത്തിലൂടെ വിവിധ വിഷയങ്ങളെ ആകർഷകമായ രീതിയിൽ വാക്കുകൾ കൊണ്ട് വരച്ചു കാണിക്കാൻ കഴിയുന്നു. ഇതിലൂടെ കൂടുതൽ വ്യക്തവും ശക്തവുമായ രീതിയിൽ ആശയങ്ങളെ പ്രകടിപ്പിക്കാൻ കഴിയുന്നു. സാധാരണ പദാനുപദ വാക്യാർത്ഥം അസാധ്യമാകുമ്പോൾ ഇത് വാക്യാലങ്കാരമായി കണക്കാക്കാവുന്നതാണ്. ഉദാഹരണമായി യോഹന്നാൻ 1:29 ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, 1 പത്രോസ് 5:8 സാത്താൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. സാധാരണ ഭാഷയിൽ പറയുന്നതും വാക്യാലങ്കാര രൂപത്തിൽ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം അപ്പോസ്തല പ്രവൃത്തി 21 4-11 വാക്യങ്ങളിൽ വ്യക്തമാകുന്നു. ഇവിടെ അഗബോസ് എന്ന പ്രവാചകൻ പൗലോസിന്റെ അരക്കച്ച എടുത്ത് കൈകാലുകൾ കെട്ടി പീഡനത്തെ പ്രവചിച്ചു. ഇത്തരം അലങ്കാര പ്രയോഗത്തിലൂടെ സാധാരണ വാക്കിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതിൽ കൂടുതൽ അർത്ഥം ഉൾക്കൊള്ളിക്കാനും ആ അർത്ഥത്തിന്റെ ചിത്രം മനസ്സിൽ വരച്ചു കാണിക്കാനും സാധിക്കുന്നു. സ്വാഭാവികവും സാധാരണവും പതിവുള്ളതുമായ അർത്ഥം ചിലപ്പോൾ ആലങ്കാരിക അർത്ഥമാകാം. ഉദാഹരണമായി ബൈബിളിൽ ഹൃദയം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആക്ഷരിക അർത്ഥത്തേക്കാൾ സ്വാഭാവികം അകത്തെ മനുഷ്യൻ, മനസ്സ് എന്ന ആലങ്കാരിക അർത്ഥമാണ്. ആക്ഷരിക അർത്ഥത്തെ മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് നിർബന്ധിക്കുന്നത് തെറ്റായ അക്ഷരാരാധനയാണ്. ശരിയായ പദാനുപദ വാക്യാർത്ഥ വ്യാഖ്യാനമല്ല. പദാനുപദ വ്യാഖ്യാനവും വാക്യാലങ്കാര പ്രയോഗവും തമ്മിൽ വൈരുദ്ധ്യമില്ല. എന്നാൽ പദാനുപദ വ്യാഖ്യാനവും നിഗൂഢാർത്ഥ വ്യാഖ്യാനവും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. വാക്യാലങ്കാര പ്രയോഗങ്ങളെ പദാനുപദമായി തന്നെ വ്യാഖ്യാനിക്കണം. എന്നാൽ വാക്യാലങ്കാരത്തെ ചിത്രീകരിക്കുന്ന ഓരോ വാക്കുകളുടെയും പദാനുപദ അർത്ഥമല്ല എടുക്കേണ്ടത്. മറിച്ച് വാക്യാലങ്കാരത്തിലൂടെ വ്യക്തമാകുന്ന ആശയത്തിന്റെ പദാനുപദാർത്ഥമാണ് എടുക്കേണ്ടത്. അലങ്കാര പ്രയോഗങ്ങളെ വ്യാഖ്യാനിക്കാം, പക്ഷേ ആലങ്കാരികമായ വ്യാഖ്യാനങ്ങളിലൂടെ ഇല്ലാത്ത അർത്ഥങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് തെറ്റാണ്. ദൃഷ്ടാന്തം, സിമിലി. ഒന്നിനോട് മറ്റൊന്ന് പ്രകടമായ രീതിയിൽ ഒത്തിരിക്കുന്ന താരതമ്യമാണിത്. ഉദാഹരണമായി എല്ലാ മനുഷ്യരും പുല്ലുപോലെയാകുന്നു, 1 പത്രോസ് 1:24. രൂപകാലങ്കാരം, മെറ്റഫർ. ഒന്നിനെ അതിനോട് സാമ്യമില്ലാത്ത മറ്റൊന്ന് പ്രതിനിധീകരിക്കത്തക്ക വിധത്തിൽ താരതമ്യം ചെയ്യുന്നു. ഉദാഹരണമായി നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, മത്തായി 5:13. ദൃഷ്ടാന്ത കഥ, ഉപമ അഥവാ പാരബിൾ. ദൃഷ്ടാന്തത്തിന്റെ വലിയ രൂപമാണ് ദൃഷ്ടാന്ത കഥ.
ദൃഷ്ടാന്ത കഥകൾ അഥവാ ഉപമകൾ സംഭവിച്ചതോ സംഭവിക്കാവുന്നതോ ആയ വിഷയവിവരണങ്ങളിലൂടെ ആത്മീയ സത്യങ്ങളെ പഠിപ്പിക്കുന്നു. ഇവ ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി പ്രതിഫലിപ്പിക്കുന്നതിനാൽ കെട്ടുകഥകളിൽ നിന്ന് വ്യത്യസ്തമാണ്. കേൾവിക്കാരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയനുസരിച്ച് വിശ്വസിക്കുന്നവർക്ക് ഒരു പ്രത്യേക സത്യത്തെ വെളിപ്പെടുത്താനും വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവരിൽ നിന്ന് സത്യത്തെ മറയ്ക്കാനുമാണ് ഉപമകളെ ഉപയോഗിക്കുന്നത്. ഉപമയിലൂടെ ഒരു മുഖ്യ സത്യമാണ് വെളിപ്പെടുന്നത്. അതിനാൽ ഉപമയിൽ വെളിപ്പെടുന്ന ഏറ്റവും പ്രധാന സത്യം കണ്ടെത്തണം. ആ സത്യം ബൈബിളിൻ്റെ മൊത്തവും വ്യക്തവുമായ സത്യത്തോട് ഒത്തുപോകുന്നതായിരിക്കണം. ഉപമകളുടെ വിശദാംശങ്ങളിൽ നിന്ന് ഉപദേശ സത്യങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നിഗൂഢാർത്ഥ വ്യാഖ്യാനം അഥവാ അലഗറൈസേഷൻ എന്ന തെറ്റിലേക്ക് നയിക്കും. ഉദാഹരണമായി, നല്ല സമറയക്കാരൻ്റെ ഉപമയിൽ ആക്രമിക്കപ്പെട്ടയാൾ ആദാം, കള്ളന്മാർ പിശാചുക്കൾ, നല്ല സമറിയാക്കാരൻ യേശു, എണ്ണ പരിശുദ്ധാത്മാവ്, കഴുത യേശുവിൻ്റെ മനുഷ്യാവതാരം, കഴുതപ്പുറത്തിരിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നത്, സത്രം സഭ, 2 നാണയങ്ങൾ സഭയുടെ 2 അനുഷ്ഠാനങ്ങളായ സ്നാനവും കർത്തൃമേശയും, യേശുവിൻ്റെ ഹോസാന നഗരപ്രവേശനത്തിൽ യേശു ഇരുന്ന തള്ളക്കഴുത പഴയ നിയമം, കുഞ്ഞുകഴുത പുതിയ നിയമം. ഇത്തരത്തിലുള്ള വ്യാഖ്യാനം വാസ്തവത്തിൽ ബൈബിളിന് ഇല്ലാത്ത അർത്ഥം കൊടുത്ത് ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുന്നതിന് തുല്യമാണ്. ഉപദേശ സത്യങ്ങളെ വിശദമാക്കാൻ ഉപമകളെ ഉപയോഗിക്കാം. യേശു ഉപമകളെ വ്യാഖ്യാനിച്ചപ്പോൾ അവയുടെ മുഖ്യ സത്യവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളെ മാത്രമാണ് വ്യാഖ്യാനിച്ചത്. രൂപക കഥ, അല്ലിഗറി. രൂപകാലങ്കാരത്തിൻ്റെ വലിയ രൂപമാണ് രൂപക കഥ. അത് സംഭവിക്കാവുന്നതോ ഭാവനാത്മകമോ ആയ വിഷയ വിവരണമാണ്. അത് പല സത്യങ്ങൾ വിശദമാക്കുന്നതാണ്. എന്നാൽ പ്രധാന സത്യം ഏതാണെന്ന് വ്യാഖ്യാതാവ് കണ്ടെത്തണം. ഉദാഹരണമായി, യോഹന്നാൻ 15:1 മുതൽ 6 വരെ വാക്യങ്ങളിൽ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഇതിലെ പ്രധാന സത്യം വിശ്വാസികൾ ക്രിസ്തുവിൽ വസിക്കണം എന്നതാണ്. എന്നാൽ വചനത്തിൽ വ്യക്തമാക്കാത്ത വിശദാംശങ്ങളിലേക്ക് ഇല്ലാത്ത അർത്ഥം ആരോപിക്കുന്നത് തെറ്റാണ്. അത് ഫാലസി ഓഫ് അലഗറൈസിംഗ് ആയിത്തീരും. അതിശയോക്തി, ഹൈപ്പർബോൾ. കൂടുതൽ ഊന്നൽ കൊടുക്കാനായി സാധാരണ വാക്യാർത്ഥത്തെക്കാൾ കൂടുതൽ ദ്യോതിപ്പിക്കാനുള്ള ശ്രമമാണിത്. ഉദാഹരണമായി, സങ്കീർത്തനം 119:136 എൻ്റെ കണ്ണിൽ നിന്ന് ജീവജല നദികൾ ഒഴുകുന്നു എന്ന് പറയുന്നു. ഉദാഹരണമായി, 1 രാജാക്കന്മാർ 18:27 ഏലിയാവ് ബാലിന്റെ പ്രവാചകരോട് പറയുന്നു, ഉറക്ക വിളിപ്പിൻ, അവൻ തീർച്ചയായും ദൈവം തന്നെ. പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യമായി തോന്നുന്ന സത്യം, പാരഡോക്സ്. ഉദാഹരണമായി, മർക്കോസ് 8:35 യേശു പറഞ്ഞു, ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ചിഹ്നങ്ങൾ, സിംബിൾസ്. മറ്റൊന്നിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക അർത്ഥം നൽകപ്പെടുന്ന വസ്തുവോ പ്രവൃത്തിയോ ആണ് ചിഹ്നം. ചിഹ്നങ്ങൾക്ക് പദാനുപദമായ അർത്ഥമുണ്ട്. യഥാർത്ഥമായത് ചിഹ്നമല്ല, മറിച്ച് യഥാർത്ഥമായതിൻ്റെ സൂചകമാണ് ചിഹ്നം. ഉദാഹരണമായി, യോഹന്നാൻ 1:29
ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് കാണുന്നു. കുഞ്ഞാട് യേശുവിനെ സൂചിപ്പിക്കുന്നു. കുഞ്ഞാടിനെ പോലെ യേശു മനുഷ്യ പാപപരിഹാരത്തിനായി ബലിയർപ്പിക്കപ്പെട്ടു എന്നതാണ് അർത്ഥം. ചിഹ്നവസ്തുവിന്റെ പ്രസക്തവും പ്രഥമവുമായ പ്രത്യേകത മാത്രമേ സൂചകത്തിന്മേൽ ആരോപിക്കാവൂ. വിശ്വാസ സ്നാനവും കർത്തൃമേശയും ചിഹ്നാത്മകമായ പ്രവർത്തികളാണ്. അവയുടെ പ്രാധാന്യവും പ്രസക്തിയും ഉൾക്കൊണ്ടിരിക്കുന്നത് അവ സൂചിപ്പിക്കുന്ന അർത്ഥത്തിലാണ്. ബൈബിളിൽ മറ്റ് അനേകം ചിഹ്നങ്ങളുണ്ട്. എന്നാൽ അവയിലേക്ക് ഇല്ലാത്ത അർത്ഥങ്ങൾ ആരോപിക്കുന്നത് തെറ്റാണ്. പ്രവചനം, പ്രൊഫസി, നിറവേറിയതും ഇനിയും നിറവേറാനുള്ളതുമായ ബൈബിളിലെ പ്രവചനങ്ങൾ ബൈബിളിന്റെ ചോദ്യം ചെയ്യാനാവാത്തതും അതുല്യവുമായ ആധികാരികതയ്ക്ക് തെളിവാണ്. പ്രവചന പൂർത്തീകരണങ്ങൾ എല്ലാം നടന്നിരിക്കുന്നത് പദാനുപദ അർത്ഥത്തിൽ തന്നെയാണ്. അതിനാൽ ഇനിയും നിറവേറാനുള്ള പ്രവചനങ്ങളും അതുപോലെ തന്നെ നടക്കുമെന്നതിനാൽ അവയെ പദാനുപദ അർത്ഥത്തിൽ തന്നെ വ്യാഖ്യാനിക്കേണ്ടതാണ്. വെളിപ്പാട് 1:3 നാം വായിക്കുന്നു, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. പ്രതിരൂപവും രൂപവും അഥവാ നിഴലും പൊരുളും അഥവാ ടൈപ്സ് ആൻഡ് ആന്റി ടൈപ്സ് ഇവ ഇല്ലാത്തിടത്ത് സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. പ്രതിരൂപം അഥവാ നിഴൽ പിന്നീട് വരാനിരിക്കുന്ന സംഭവങ്ങളുടെയോ വ്യക്തികളുടെയോ മുന്നോടി സൂചകങ്ങളാണ്. ടൈപ്പ് എന്നത് പഴയ നിയമത്തിലെ പ്രത്യേക ചരിത്ര പ്രാധാന്യമുള്ളതും ദൈവിക പദ്ധതി പ്രകാരം വരുവാനുള്ളതിൻ്റെ മുന്നോടിയുമായ വ്യക്തിയോ സംഭവമോ ആചാരമോ വസ്തുവോ ആണ്. ഇത്തരം ടൈപ്പ് അഥവാ നിഴലുമായി പരിചയമുള്ളവർക്ക് വരുവാനിരിക്കുന്ന അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഉറ്റുനോക്കുവാനുള്ള ആന്തരിക പ്രവണതയുണ്ടാകും. നിഴലിന് ഉദാഹരണമായി എബ്രായർ 8:5 കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. പൊരുളിന് ഉദാഹരണമായി 1 പത്രോസ് 3:21 ആ പെട്ടകത്തിൽ അല്പജനം എന്നുവെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. എബ്രായർ 9:23-24 വാക്യങ്ങൾ. പഴയ നിയമവും പുതിയ നിയമവും നിഴൽ പൊരുൾ യാഥാർത്ഥ്യങ്ങളാൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ചില കാര്യങ്ങളെയോ വ്യക്തികളെയോ സംഭവങ്ങളെയോ നിഴൽ പൊരുൾ ബന്ധത്തിൽ കണക്കാക്കണമെങ്കിൽ ചില പ്രത്യേകതകൾ അവയ്ക്കുണ്ടായിരിക്കണം. അവ തമ്മിൽ ആഴമായ പ്രവചനപരമായ സാമ്യവും ബന്ധവും ഉണ്ടായിരിക്കണം. നിഴൽ പഴയ നിയമ ബൈബിൾ ഭാഗത്ത് നിന്ന് സ്വയമേ തെളിഞ്ഞു വരുന്ന യാഥാർത്ഥ്യമായിരിക്കണം. നിഴൽ പൊരുളിൻ്റെ മുൻരൂപമായ യാഥാർത്ഥ്യവും പൊരുളെന്ന വരുവാനിരിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യത്തിൽ പൂർത്തീകരിക്കപ്പെടാൻ കാത്തിരിക്കുന്നതുമായിരിക്കണം. വെളിപ്പാട് പുരോഗമനാത്മകമായതിനാൽ പൊരുൾ നിഴലിനേക്കാൾ ഉന്നതവും പൂർണ്ണവുമായ വെളിപ്പാടാണ്.
അങ്ങനെ ക്രിസ്തു മെൽക്കീസദേക്കിനേക്കാൾ ഉന്നതനാണ്. യേശുവിന്റെ രക്ഷാകര ബലി യഹൂദരുടെ പെസഹായേക്കാൾ ഉന്നതമാണ്. ബൈബിളിൽ മറ്റ് അനേകം നിഴൽ പൊരുൾ യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്നാൽ ചില സാമ്യങ്ങളും സമാന്തര സ്വഭാവവും ഉണ്ട് എന്നതുകൊണ്ട് മാത്രം നിഴൽ പൊരുൾ പദവി പല വ്യക്തികൾക്കും സംഭവങ്ങൾക്കും കൊടുക്കുന്നത് ആശയക്കുഴപ്പത്തിനും തെറ്റിനും കാരണമാകും. ഉദാഹരണമായി ആദാം, പെട്ടകം, ജോസഫ്, ജോന, പിത്തള സർപ്പം എന്നിവയും യേശുവും തമ്മിലുള്ള ചില സാമ്യങ്ങളെ യേശുവിൻ്റെ നിഴലായി കണക്കാക്കുന്നതിനേക്കാൾ യേശുവിൻ്റെ സ്വഭാവത്തിൻ്റെ ചില വിശദീകരണങ്ങൾ മാത്രമായി കണക്കാക്കുന്നതായിരിക്കും കൂടുതൽ ശരി. നിഴൽ പൊരുൾ വ്യാഖ്യാനം ബൈബിൾ ഭാഗത്തു നിന്ന് തന്നെ ഉയരുകയും പൊരുളെന്ന ഉന്നത യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. പൊരുൾ നിഴലിനേക്കാൾ ഉന്നതമാണ്. നിഴൽ പൊരുൾ വ്യാഖ്യാനത്തിൽ നിഴലിനെയും പൊരുളിനെയും അവയുടെ പദാനുപത അർത്ഥത്തിൽ എടുക്കുകയും ചരിത്ര യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു. നിഴൽ സംഭവവും പൊരുൾ സംഭവവും തമ്മിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ വിടവുണ്ടെങ്കിലും നിഴൽ സംഭവം പൊരുൾ സംഭവത്തെ വരച്ചു കാണിക്കുന്ന മുന്നോടിയായി ദൈവം തന്നെ നൽകുന്നതാണ്. അത് ദൈവിക പദ്ധതിയാണ്. ബൈബിളിന്റെ രൂപീകരണത്തിന്റെ പിന്നിൽ ദൈവകരം പ്രവർത്തിച്ചു എന്നതിന് ഒരു പ്രധാന തെളിവാണ് ബൈബിളിന്റെ നിഴൽ പൊരുൾ പ്രത്യേകത. ഒരു വ്യക്തിയോ സംഭവമോ നിഴൽ പൊരുൾ പദവി അർഹിക്കുന്നുവെങ്കിൽ അത് ബൈബിളിൽ വ്യക്തമാക്കിയിരിക്കും. നിഴലും പൊരുളും ഏതെന്ന് തീരുമാനിക്കുന്നത് ഓരോരുത്തരുടെയും ഭാവനയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ബൈബിൾ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഉപദേശങ്ങളെ സ്ഥാപിക്കാൻ നിഴലുകളെ ഉപയോഗിക്കരുത്. എന്നാൽ ഉപദേശങ്ങളെ വിശദീകരിക്കാൻ നിഴലുകളെ ഉപയോഗിക്കാം. വ്യാഖ്യാതാവ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്ന അവ്യക്തമായ പുതിയ നിയമ കാര്യത്തിന് പഴയ നിയമത്തിൽ നിഴലും വേരും കണ്ടെത്തി സ്ഥാപിക്കാൻ വേണ്ടി ബൈബിൾ ഭാഗങ്ങൾക്ക് ഇല്ലാത്ത അർത്ഥങ്ങൾ ആരോപിക്കുന്നത് ദുരുപദേശമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിലും സംഭവങ്ങളിലും നിഴലും പൊരുളും സാദൃശ്യം കാണാൻ ശ്രമിക്കുന്നത് നിഗൂഢാർത്ഥ വ്യാഖ്യാനം അഥവാ അലിഗറൈസിംഗ് എന്ന തെറ്റിലേക്ക് നയിക്കും. ഉദാഹരണമായി ടബർനാക്കിളിന്റെ വിശദാംശങ്ങളിൽ അമിതമായി പ്രതിരൂപങ്ങളെ കാണാൻ ശ്രമിക്കുന്നത് പ്രയോജനമാകണമെന്നില്ല. അത്തരം വ്യാഖ്യാനങ്ങൾ പലപ്പോഴും ആകർഷകമായി തോന്നിയേക്കാമെങ്കിലും ക്രമേണ സത്യത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വിശ്വാസികളെ വ്യതിചലിപ്പിക്കാൻ സാധ്യതയുണ്ട്. സാധാരണ അർത്ഥം ഉപയോഗിക്കുക, ഗൂഢാർത്ഥങ്ങൾ കൂട്ടിച്ചേർക്കരുത്. എപ്പോഴും പദാനുപദമായി വ്യാഖ്യാനിക്കുക. വാക്കുകളെയും വാക്യങ്ങളെയും അവയുടെ സാധാരണ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുക. ദൈവം ഉദ്ദേശിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ അർത്ഥം നൽകുന്നത് ദൈവവചനത്തിന്റെ അർത്ഥം മറിച്ചു കളയാനുള്ള തന്ത്രമാണ്. പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് വരുന്നു എന്ന് ഉറപ്പാക്കുക. ഓരോ ബൈബിൾ ഭാഗവും ഒരു മനുഷ്യഭാഷയിൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന വ്യാകരണ രീതിയിൽ എഴുതിയിരിക്കുന്നു. പ്രഥമദൃഷ്ട്യാ വ്യക്തമാകുന്ന വാക്യാർത്ഥത്തിലാണ് ഏതു ഗ്രന്ഥത്തെയും മനസ്സിലാക്കേണ്ടത്. ദൈവം തൻ്റെ വചനം നൽകാൻ സാധാരണമായ ഭാഷാ പ്രയോഗരീതിയാണ് ഉപയോഗിച്ചത്. അതിനാൽ ഒരു ബൈബിൾ ഭാഗത്തിന് പല വ്യാഖ്യാനങ്ങൾ സാധ്യമാണ് എന്ന് തോന്നുന്ന അവസരങ്ങളിൽ ഏറ്റവും ലളിതവും സാധാരണമായി വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് കുറഞ്ഞതുമായ വ്യാഖ്യാനമാണ് സ്വീകരിക്കേണ്ടത്. ദൈവം മുൻഗണന കൊടുത്ത് വെളിപ്പെടുത്തുന്ന സത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉപദേശങ്ങൾ രൂപപ്പെടുത്തേണ്ടത്. എഴുത്തുകാരൻ ഒരു ബൈബിൾ ഭാഗത്തിന് ഒരു അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആ ഒരു അർത്ഥത്തിന് തന്നെ പല തലങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്.
അതായത് എഴുത്തുകാരൻ ഉദ്ദേശിച്ച പദാനുപദ വാക്യാർത്ഥത്തോട് ഒപ്പം തന്നെ പരിശുദ്ധാത്മാവ് എഴുത്തുകാരന് അന്ന് അജ്ഞാതമായിരുന്ന ചില അർത്ഥങ്ങൾ ബൈബിൾ ഭാഗങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കാം. അതിനാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ബൈബിൾ പഠിക്കുന്ന വിശ്വാസിക്ക് അന്ന് എഴുത്തുകാരന് അജ്ഞാതമായിരുന്ന ചില സന്ദേശങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. ബൈബിൾ വ്യാഖ്യാനത്തിന് പ്രസക്തമായിരിക്കുന്നത് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നതിൻ്റെ അർത്ഥമാണ്. എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്ന അർത്ഥം എഴുതപ്പെട്ട ബൈബിൾ ഭാഗത്തു നിന്ന് വ്യക്തമാകുന്ന അർത്ഥം മാത്രമാണ്. എഴുതപ്പെട്ട ബൈബിൾ ഭാഗത്തു നിന്ന് വ്യക്തമാകുന്ന അർത്ഥമല്ല എഴുത്തുകാരൻ ഉദ്ദേശിച്ചത് എന്ന രീതിയിലുള്ള ചിലരുടെ വാദം എഴുത്തുകാരൻ ശരിയായി എഴുതാൻ പരാജയപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനേ ഉപകരിക്കൂ. എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്ന അർത്ഥം കണ്ടെത്താൻ എഴുതപ്പെട്ട ബൈബിൾ ഭാഗത്തേക്കാൾ മെച്ചമായ മറ്റൊരു സ്രോതസ്സുമില്ല. ബൈബിൾ ഭാഗത്ത് എഴുതപ്പെട്ടിരിക്കുന്ന സത്യങ്ങളെ നിഷേധിക്കാൻ വേണ്ടി എഴുത്തുകാരൻ അതല്ല ഉദ്ദേശിച്ചത് എന്ന് വാദിക്കുന്ന ദുരുപദേശകരെ നാം സൂക്ഷിക്കണം. വചനഭാഗത്തുള്ള വാക്കുകളാണ് അവിടെ പ്രകടമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ദൈവനിവേശിതം. അല്ലാതെ എഴുത്തുകാരൻ്റെ ഉദ്ദേശ്യമെന്ന മറവിൽ വ്യാഖ്യാനക്കാരൻ മുന്നോട്ട് വയ്ക്കുന്ന ന്യായീകരണം അല്ല. ഏറ്റവും വ്യക്തവും പ്രകടവും പ്രധാനവുമായ സന്ദേശങ്ങൾക്കും ഉപദേശങ്ങൾക്കുമാണ് നാം ബൈബിൾ പഠനത്തിലും ജീവിതത്തിലും മുൻതൂക്കം കൊടുക്കേണ്ടത്. ബൈബിളിൽ നിന്ന് വ്യക്തമായി ഉരുത്തിരിയുന്ന ഉപദേശങ്ങളാണ് ദൈവം അംഗീകരിക്കുന്നവ. ദൈവത്തിൻ്റെ മുൻഗണനയായിരിക്കണം നമ്മുടെയും മുൻഗണന. ദൈവം മുൻഗണന കൊടുത്ത് വെളിപ്പെടുത്തുന്ന സത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാം ഉപദേശങ്ങൾ രൂപപ്പെടുത്തേണ്ടത്. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില സംഭവങ്ങളെ വികലമായി വ്യാഖ്യാനിച്ച് ഉപദേശം രൂപപ്പെടുത്തുന്നത് തെറ്റിലേക്ക് നയിക്കും. ബൈബിളിലെ ജനതകളെ മനസ്സിലാക്കുക. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ജനതകളുടെ ചരിത്രപരമായ പ്രാധാന്യവും പ്രത്യേകതകളും വ്യാഖ്യാതാവ് മനസ്സിലാക്കണം. പ്രധാനമായും 3 ജനതകളാണ് ബൈബിളിലുള്ളത്: യഹൂദർ, യഹൂദരല്ലാത്തവർ അഥവാ വിജാതീയർ. ഈ 2 വിഭാഗത്തിൽ നിന്നും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടമായ സഭ. ചരിത്ര പശ്ചാത്തലം എന്ന ഘടകത്തെ കൃത്യമായി ഉപയോഗിക്കണം. ബൈബിൾ ഭാഗം എഴുതിയ ആളിൻ്റെയും ആർക്ക് എഴുതിയോ ആ പ്രഥമ സദസ്സിൻ്റെയും ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ പ്രത്യേകതകൾ വ്യാഖ്യാനക്കാരൻ മനസ്സിലാക്കണം. ബൈബിൾ ഭാഗം എഴുതപ്പെട്ട പശ്ചാത്തലവും വ്യാഖ്യാതാവിൻ്റെ പശ്ചാത്തലവും തമ്മിലുള്ള സമയപരവും ഭാഷാപരവും സാംസ്കാരികവും ഭൂമിശാസ്ത്രപരവും ചരിത്രപരവുമായ വിടവുകൾ മനസ്സിലാക്കി നികത്തിക്കൊണ്ടുവേണം വ്യാഖ്യാനിക്കാൻ. ചരിത്രപരവും സാംസ്കാരികവുമായ പ്രത്യേകതകളെ കണക്കിലെടുക്കാതെയുള്ള വ്യാഖ്യാനം നിഗൂഢാർത്ഥ വ്യാഖ്യാനമെന്ന തെറ്റിലേക്ക് നയിക്കും. ചരിത്രപരമായ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ ബൈബിളിലെ സന്ദേശങ്ങൾ ആ കാലഘട്ടത്തിൽ മാത്രമാണ് പ്രസക്തം, ഇന്നത്തെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പ്രസക്തമല്ല എന്ന തരത്തിലുള്ള ലിബറൽ വാദം സത്യവിരുദ്ധവും അപകടകരവുമാണ്. യഹൂദ സംസ്കാരത്തിലെ ഓരോ കാര്യങ്ങളും ദൈവത്താൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ടതാകയാൽ പ്രസക്തമായ സാഹചര്യങ്ങളിൽ അവയ്ക്ക് ഉപദേശപരമായ പ്രാധാന്യമുണ്ട്. ചരിത്രപരവും സാംസ്കാരികവുമായ പശ്ചാത്തലത്തിൽ സംഭവിച്ച കാര്യങ്ങളെ വിവരിക്കുന്ന വചനഭാഗങ്ങൾക്ക് ഇന്നത്തെ തത്തുല്യമായ പശ്ചാത്തലങ്ങളിൽ ഉപദേശപരമായ പ്രാധാന്യമുണ്ട്. കാലാതീതമായ തത്വങ്ങളെ പ്രതിപാദിക്കുന്ന ഭാഗങ്ങൾക്കും ഭാവികാല പ്രവചന ഭാഗങ്ങൾക്കും അവയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ പശ്ചാത്തലങ്ങൾക്ക് അതീതമായി ഇന്ന് വ്യക്തമായ പ്രസക്തിയുണ്ട്. എഴുത്തുകാരുടെ സാംസ്കാരിക പശ്ചാത്തലം മനസ്സിലാക്കുക.
ബൈബിളിന്റെ എഴുത്തുകാരുടെ സാംസ്കാരിക പശ്ചാത്തലം ബൈബിളിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിനാൽ ഓരോ ബൈബിൾ ഗ്രന്ഥവും എഴുതപ്പെട്ട കാലഘട്ടത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തെ പറ്റിയുള്ള അജ്ഞത തെറ്റായ വ്യാഖ്യാനത്തിലേക്ക് നയിച്ചേക്കാം. ബൈബിളിലെ ഓരോ പുസ്തകത്തെയും അതിൻ്റെ ചരിത്രപരവും സാംസ്കാരികവുമായ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കണം. ആര്, ആർക്ക്, എന്തിന്, ഏത് കാലഘട്ടത്തിൽ എഴുതി എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. എഴുതപ്പെട്ട സംസ്കാരവും വ്യാഖ്യാനക്കാരന്റെ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം, വ്യാഖ്യാനക്കാരന്റെ മുൻവിധികൾ, ഇല്ലാത്ത അർത്ഥം നൽകൽ എന്നിവ തെറ്റായ വ്യാഖ്യാനത്തിനുള്ള ചില കാരണങ്ങളാണ്. ബൈബിളിൽ തന്നെയുള്ള വചന പശ്ചാത്തലം, കാലഘട്ടം എന്നിവ കൃത്യമായി വിലയിരുത്തണം. ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ഓരോ വാക്യത്തിൻ്റെയും മുൻപിലും പിമ്പിലുമുള്ള വാക്യങ്ങളും ബൈബിളിൽ അവയ്ക്കുള്ള ആശയപരമായ പശ്ചാത്തലവും കണക്കിലെടുക്കേണ്ടതാണ്. ഓരോ ബൈബിൾ ഭാഗത്തിനും ബൈബിളിൽ തന്നെയുള്ള അടുത്തതും അകന്നതുമായ ആശയപരമായ പശ്ചാത്തലത്തെ പറ്റിയുള്ള വ്യക്തമായ അവബോധം വ്യാഖ്യാതാവിന് ഉണ്ടായിരിക്കണം. ബൈബിളിന്റെ ഇത്തരം മൊത്തമായ കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിൽ വേണം ബൈബിളിനെ വ്യാഖ്യാനിക്കാൻ. പശ്ചാത്തല പരിഗണന കൂടാതെ ബൈബിൾ വ്യാഖ്യാനിച്ചാൽ ബൈബിളിൽ നിന്ന് എന്തും തെളിയിക്കാം. സാത്താൻ ഈ തന്ത്രം ഉപയോഗിക്കാറുണ്ട്. ബൈബിളിലെ ഓരോ വാക്യത്തിന്റെയും പശ്ചാത്തലം ബൈബിൾ തന്നെയാണ്. നാം ഇന്ന് ആയിരിക്കുന്ന കാലത്തിന്റെ പ്രത്യേകതകളിൽ നിന്ന് വേർപെട്ട് ബൈബിൾ ഭാഗം എഴുതപ്പെട്ട കാലത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുമ്പോൾ പ്രസ്തുത ബൈബിൾ ഭാഗത്തിൽ ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അതിനും പുറമെ വാക്കുകൾക്കും വ്യാകരണത്തിനും പ്രയോഗരീതികൾക്കും അന്നുണ്ടായിരുന്ന അർത്ഥവും പരിഗണിക്കേണ്ടതാണ്. ബൈബിളിലെ ഓരോ വാക്കും ദൈവനിവേശിതമാണെന്ന ബൈബിളിന്റെ തത്വത്തോട് നീതി പുലർത്തുന്നത് ഇത്തരം വ്യാഖ്യാന രീതി മാത്രമാണ്. ബൈബിളിനെ ചിലർ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിച്ച് വളച്ചൊടിക്കുന്നത് വ്യാകരണത്തെയും ചരിത്ര പശ്ചാത്തലത്തെയും അവഗണിക്കുന്നത് കൊണ്ടാണ്. ഏതു യുഗത്തിൽ ഏതു യുഗത്തിനു വേണ്ടി എഴുതി എന്നും മനസ്സിലാക്കണം. ബൈബിളിന്റെ മൊത്തമായ സന്ദേശം മുൻനിർത്തി വേണം വ്യാഖ്യാനിക്കാൻ, അല്ലെങ്കിൽ ദുരുപദേശങ്ങൾ ഉണ്ടാകും. ബൈബിൾ ഭാഗത്തിന് അത് എഴുതപ്പെട്ട കാലത്ത് എന്ത് അർത്ഥം കൽപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. ഓരോ ബൈബിൾ ഭാഗത്തിനും എഴുതപ്പെട്ടപ്പോൾ കൽപ്പിക്കപ്പെട്ട ഏകമായ അർത്ഥം മാത്രം അതിൻ്റെ വ്യാഖ്യാനത്തിന് നൽകുക. അങ്ങനെ അതിൽ നിന്ന് പല ആത്മീയ സത്യങ്ങളെയും തത്വങ്ങളെയും പുറത്തെടുക്കുവാൻ കഴിയും. ബൈബിൾ ഭാഗം എഴുതപ്പെട്ട കാലത്ത് എന്ത് അർത്ഥത്തിൽ സ്വീകരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. ഓരോ ബൈബിൾ ഗ്രന്ഥവും അവ ആർക്കു വേണ്ടി എഴുതപ്പെട്ടുവോ അവർ സാധാരണമായ ആശയവിനിമയ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയെ മനസ്സിലാക്കി. ബൈബിളിലെ ഓരോ പുസ്തകവും അത് ആർക്കു വേണ്ടി എഴുതിയോ ആ പ്രഥമ സദസ്സിൽ നിന്ന് എന്ത് പ്രതികരണമാണ് പ്രതീക്ഷിച്ചത് എന്ന് മനസ്സിലാക്കുക. അതായത് ബൈബിൾ ഭാഗങ്ങൾ അവ ആർക്കു വേണ്ടി എഴുതപ്പെട്ടുവോ അവർക്ക് എന്ത് അർത്ഥമാണ് സംവേദിപ്പിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. ആ അർത്ഥമാണ് ശരിയായ അർത്ഥം. ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് ബൈബിൾ വ്യാഖ്യാനിക്കാൻ പാടില്ല. ബൈബിളിന്റെ ആദ്യ വായനക്കാരും ഇന്നത്തെ വായനക്കാരും തമ്മിൽ ഏതെങ്കിലും ഒരു ബൈബിൾ ഭാഗത്തെ വ്യത്യസ്ത രീതിയിലാണ് മനസ്സിലാക്കുന്നതെങ്കിൽ, അവ തമ്മിൽ യുഗപരമായ വൈരുദ്ധ്യം ഇല്ലെങ്കിൽ ആദ്യ വായനക്കാർ സ്വീകരിക്കുന്ന അർത്ഥമാണ് ഇന്നും നാം സ്വീകരിക്കേണ്ടത്. ദൈവത്തിൻ്റെ പദ്ധതി വിശാലമായെങ്കിലും മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ സ്വഭാവം തൻ്റെ സൃഷ്ടികൾക്ക് വെളിപ്പെടുത്താനും സാത്താനെ പരാജയപ്പെടുത്താനും മനുഷ്യന് ഭൂമിയിലുണ്ടായിരുന്ന സ്ഥാനം വീണ്ടെടുത്ത് നൽകാനും ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ നിത്യരാജ്യം സ്ഥാപിക്കാനുമുള്ള
വിശാലമായ ദൈവിക പദ്ധതിയുടെ വെളിച്ചത്തിൽ വേണം ഓരോ ബൈബിൾ ഭാഗവും വ്യാഖ്യാനിക്കാൻ. വെളിപ്പാടിൻ്റെ ക്രമേണയുള്ള വളർച്ച, ഓരോ യുഗത്തിലുമുള്ള ദൈവത്തിൻ്റെ സമീപന രീതിയിലുള്ള വ്യത്യാസം എന്നിവ മനസ്സിലാക്കുക. വെളിപ്പാട് ക്രമേണ പൂർണ്ണമായി തീരുന്ന രീതിയിലാണ് ബൈബിൾ നൽകിയിരിക്കുന്നത്. ദൈവിക സത്യത്തിൻ്റെ വെളിപ്പാട് കാലക്രമേണയാണ് പൂർണ്ണമാക്കപ്പെട്ടതും വ്യാപിക്കുന്നതും. ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി, എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല. പുറപ്പാട് 6:3. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. എബ്രായർ 1:1-2 പ്രാരംഭകാലത്തിൽ ദൈവം നൽകിയ കൽപ്പനകളും രീതികളും പിന്നീട് അപ്രസക്തമാകുന്നതായും കാണുന്നു. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമം ആവിത്: നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. ഉൽപ്പത്തി 17:10. എന്നാൽ പുതിയ നിയമത്തിൽ ഇതിന് മാറ്റം വന്നു. നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. ഗലാത്യർ 5:2. പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. എബ്രായർ 7:12. ഇന്ന് പൂർണ്ണമായി തീർന്ന ദൈവിക വെളിപ്പാട് ലഭിച്ചത് ഘട്ടം ഘട്ടമായ വളർച്ചയിലൂടെയാണ്. അതിനാൽ ആദ്യഘട്ടങ്ങളിൽ ലഭിച്ച വെളിപ്പാടുകൾ പിന്നീടുള്ള ഘട്ടങ്ങളിൽ ആവർത്തിക്കണം എന്ന് പ്രതീക്ഷിക്കരുത്. അതിനാൽ വെളിപ്പാടിൻ്റെ പുരോഗമന രീതി പരിഗണിച്ച് വെളിപ്പാടിൻ്റെ ക്രമേണയുള്ള വളർച്ചയുടെയും തികവിൻ്റെയും വെളിച്ചത്തിൽ വേണം വ്യാഖ്യാനിക്കാൻ. പഴയ നിയമത്തിലെ 10 കൽപ്പനകളിൽ 9 പുതിയ നിയമത്തിൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, അവയുടെ ധാർമ്മിക നിലവാരവും ഉയർത്തിയിരിക്കുന്നു. ഉദാഹരണമായി, പുതിയ നിയമത്തിൽ സഹോദരനോട് കോപിക്കുന്നത് കൊലപാതക തുല്യമാണ്. അതേസമയം ചില ഭക്ഷണ സാധനങ്ങളെ അശുദ്ധമെന്ന് കണക്കാക്കുന്ന പഴയ ഉടമ്പടി കാലത്തെ നിയമവും പരിച്ഛേദനയുടെ നിയമവും പുതിയ ഉടമ്പടിയിൽ ഇല്ല. പഴയ ഉടമ്പടി കാലത്തിൽ പുരുഷന്മാർ നസറീൻ വ്രതപ്രകാരം മുടി വളർത്തിയിരുന്നു. എന്നാൽ പുതിയ ഉടമ്പടിയിൽ മുടി വളർത്തുന്നത് പുരുഷന്മാർക്ക് ലജ്ജാകരമാണ്. വ്യക്തികൾക്കുള്ള പരിശുദ്ധാത്മ പ്രകാശനവും പുരോഗമനാത്മകമാണ് എന്ന് മനസ്സിലാക്കുക. വെളിപ്പാട് പുരോഗമനാത്മകമായിരിക്കുന്നത് പോലെ തന്നെ വിശ്വാസികൾക്കും സഭയ്ക്കും വെളിപ്പാടിനെ പറ്റിയുള്ള പ്രകാശനവും പുരോഗമനാത്മകമാണ്. ബൈബിൾ സത്യമാണെന്ന് വിശ്വസിക്കാനും അത് ശരിയായി മനസ്സിലാക്കാനും വേണ്ടി പരിശുദ്ധാത്മാവ് വിശ്വാസികൾക്ക് നൽകുന്ന സഹായമാണ് പരിശുദ്ധാത്മാ പ്രകാശനം. രക്ഷിക്കപ്പെടാത്തവർക്കും ദൈവവചനം അനുസരിക്കാത്തവർക്കും യേശുവിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കാത്തവർക്കും ബൈബിൾ ശരിയായി മനസ്സിലാക്കാനും അത് സത്യമാണ് എന്ന് അംഗീകരിക്കാനും പ്രയാസമാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്ക് മാനുഷിക പാരമ്പര്യങ്ങളെക്കാളും മനുഷ്യന്റെ സാംസ്കാരികവും തത്വചിന്താപരവുമായ അഭിപ്രായങ്ങളെക്കാളും സഭാ പ്രബോധനങ്ങളെക്കാളും അനുഭവങ്ങളെക്കാളും ആധികാരികത ദൈവവചനത്തിന് കൊടുക്കാൻ കഴിയും. പരിശുദ്ധാത്മ പ്രകാശനം പുരോഗമനാത്മകമായി ലഭിക്കും. അതായത് ഒരു പ്രത്യേക ദൈവിക സത്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ബൈബിൾ ഭാഗത്തെപ്പറ്റിയുള്ള അറിവും ഉൾക്കാഴ്ചയും ക്രമേണ വർദ്ധിച്ചു വരും. ബൈബിളിൽ ദൈവികമായ നിഗൂഢത ഉൾക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ബൈബിളിലുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി മനസ്സിലാകുന്നു എന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. ബൈബിളിലൂടെ മനുഷ്യൻ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയും.
ഏതെല്ലാം കൽപ്പനകൾ, വാഗ്ദാനങ്ങൾ ഇന്ന് പ്രസക്തമാണ്, പ്രസക്തമല്ല എന്ന് നിർണയിക്കണം. ദൈവത്തിൻ്റെ സ്വഭാവവും പദ്ധതികളും മനസ്സിലാക്കാൻ ബൈബിളിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ്. എന്നാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഏതെല്ലാം കാര്യങ്ങൾ ഇന്ന് നാം അനുദിന ജീവിതത്തിൽ പ്രായോഗികമാക്കണം എന്നത് ഒരു പ്രധാന വിഷയമാണ്. ഓരോ ബൈബിൾ ഭാഗവും ഓരോ എഴുത്തുകാരും ചില പ്രത്യേക ലക്ഷ്യത്തിനായി ചില പ്രത്യേക ചരിത്ര പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ളതാണ്. പ്രസ്തുത ബൈബിൾ ഭാഗങ്ങൾ ആരംഭ വായനക്കാർക്ക് എന്ത് അർത്ഥമാക്കി എന്നതും അത് ഇന്നത്തെ വായനക്കാർക്ക് എങ്ങനെ പ്രസക്തമാണ് എന്നതും വ്യാഖ്യാനത്തിലൂടെ കണ്ടുപിടിക്കണം. ബൈബിളിലുള്ള ഏതെല്ലാം കൽപ്പനകൾ ഇന്ന് നമുക്ക് പ്രസക്തമാണ്, പ്രസക്തമല്ല എന്ന് എങ്ങനെ, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും? ഇതിനായി താഴെ പറയും പ്രകാരമുള്ള ചില തത്വങ്ങൾ പ്രയോജനപ്പെടും. ബൈബിളിലെ കൽപ്പനകളും തത്വങ്ങളും എല്ലാ കാലങ്ങളിലുമുള്ള എല്ലാ മനുഷ്യർക്കും ബാധകമാണ്. അങ്ങനെയല്ലാത്തവ ബൈബിൾ തന്നെ വ്യക്തമാക്കും. ആവർത്തിക്കാവുന്നതും ബൈബിളിൽ ആവർത്തിച്ചിട്ടുള്ളതായി കാണുന്നതും അങ്ങനെ ആവർത്തിക്കുന്നത് പിന്നീട് വിലക്കിയിട്ടില്ലാത്തതുമായ ബൈബിളിലെ കൽപ്പനകളും തത്വങ്ങളും ഇന്നും പ്രസക്തമാണ്. ബൈബിളിൽ ഉപദേശപരമായി പറഞ്ഞിരിക്കുന്നവ പിന്നീട് വിലക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ അവയുടെ അനുസരണം ഇന്ന് പാപകാരണമാകുന്നില്ലെങ്കിൽ അവയെ ഇന്ന് അനുസരിക്കേണ്ടതാണ്. ഉപദേശപരമല്ലാത്തതോ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചതോ യുഗപുരോഗതിയിൽ ബൈബിളിൽ തന്നെ അവയെ മറ്റെവിടെയെങ്കിലും ഇല്ലാതാക്കിയിട്ടുള്ളതോ ആയ കാര്യങ്ങളെ ഇന്ന് നാം ചെയ്യേണ്ടതില്ല. ഉദാഹരണമായി, പുരുഷന്മാർ മൂടുപടമിട്ട് പ്രാർത്ഥിക്കുന്നതും മുടി നീട്ടുന്നതും പുതിയ നിയമം വിലക്കുന്നു. 1 കൊറിന്ത്യർ 11 അധ്യായം 4-14 വാക്യങ്ങൾ. പരിച്ഛേദനം, അഹറോന്യ പൗരോഹിത്യം എന്നിവയൊന്നും ഇന്ന് ആചരിക്കേണ്ടവയല്ല. അവ്യക്തമായവയെ വ്യക്തമായവയുടെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുക. ബൈബിൾ ദൈവികമായ പുസ്തകമായതിനാൽ എഴുത്തുകാർ എഴുതിയ ആദ്യ രൂപത്തിൽ ബൈബിൾ തെറ്റില്ലാത്തതാണ്. നാം എന്തു വിശ്വസിക്കണം, എങ്ങനെ ജീവിക്കണം എന്നിവയെ സംബന്ധിച്ച് ബൈബിൾ തെറ്റില്ലാതെ അധികാരത്തോടെ സംസാരിക്കുന്നു. അതിനാൽ അവയുടെ വിശദാംശങ്ങൾ ശരിയായി മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ബൈബിൾ പല മനുഷ്യരാൽ എഴുതപ്പെട്ടതാണെങ്കിലും അവരെല്ലാം ദൈവത്താൽ പ്രചോദിപ്പിക്കപ്പെട്ടാണ് എഴുതിയത്. അതിനാൽ അനേക കാലഘട്ടങ്ങളിൽ എഴുതിയ ബൈബിളിലെ വിഷയങ്ങളിൽ വൈരുദ്ധ്യമൊന്നുമില്ലെന്ന് മാത്രമല്ല, അത്ഭുതകരമായ ഏകത്വവും പരസ്പര പൂരകത്വവും കാണാം. അതിനാൽ അവ്യക്തമായ ഭാഗങ്ങൾ വ്യക്തമായ ഭാഗങ്ങളുടെ വെളിച്ചത്തിൽ വ്യാഖ്യാനിച്ചാൽ ഏതു വിഷയവും നമുക്ക് തെളിവായി ലഭിക്കും. ഓരോ ബൈബിൾ ഭാഗത്തെയും പ്രസക്തമായ മറ്റ് ബൈബിൾ ഭാഗങ്ങളോട് ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുക. അവ്യക്തമായ ഭാഗങ്ങളെ ബന്ധപ്പെട്ട വ്യക്തമായ ഭാഗങ്ങൾ ഉപയോഗിച്ച് വ്യാഖ്യാനിക്കണം. അവ്യക്തമായ ബൈബിൾ ഭാഗങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരിക്കലും ഉപദേശങ്ങൾ രൂപീകരിക്കാൻ പാടില്ല. അവ്യക്തവും വളച്ചുകെട്ടി ഉണ്ടാക്കിയതുമായ അർത്ഥത്തേക്കാൾ സാധാരണവും ലളിതവുമായ അർത്ഥത്തിന് മുൻതൂക്കം കൊടുക്കണം. ബൈബിൾ ഭാഗത്ത് പ്രകടമായി വെളിപ്പെടുന്ന തത്വം മനസ്സിലാക്കുക. പ്രകടമായ തത്വങ്ങൾക്ക് പ്രകടമല്ലാത്ത ധ്വനികളേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. പ്രത്യക്ഷമായ ഉപദേശങ്ങളെയും കൽപ്പനകളെയും അവയിൽ നിന്ന് ഉരുത്തിരിയുന്ന വ്യക്തമായ തത്വങ്ങളെയും കണ്ടുപിടിക്കണം. ആദിമ സദസ്സിനും ഇന്നത്തെ സദസ്സിനും പൊതുവായിട്ടുള്ളത് എന്തൊക്കെയാണെന്നും പ്രസ്തുത കൽപ്പനകൾ ഇന്ന് പ്രസക്തമാണോ എന്നും കണ്ടുപിടിക്കണം. ഉദാഹരണമായി, അന്നത്തേതുപോലെ ഇന്ന് നാം പെട്ടകം നിർമ്മിക്കുകയോ മന്ന പ്രതീക്ഷിക്കുകയോ ചെയ്യുന്നത് ഉചിതമാകയില്ല.
അതായത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യേക കാര്യങ്ങൾ അന്നത്തെ കാലത്തിനും സംസ്കാരത്തിനും അതീതമായി ഇന്നത്തെ വായനക്കാരന് പ്രസക്തമായി തീരുന്ന രീതിയിലാണോ എന്ന് പരിശോധിക്കുക. ആ ബൈബിൾ ഭാഗം എല്ലാ കാലത്തേക്കും പ്രസക്തമായ ഒരു ദൈവശാസ്ത്ര തത്വം നൽകുന്നുണ്ടോ? അതോ അത് ആ യുഗത്തിൽ മാത്രമാണോ പ്രസക്തമായിരിക്കുന്നത്? ആ കൽപ്പന പിന്നീട് എവിടെയെങ്കിലും അസാധുവാക്കിയിട്ടുണ്ടോ? അതിനെ ഏതെങ്കിലും തരത്തിൽ ഇന്ന് അപ്രസക്തമാക്കുന്ന നിബന്ധനകൾ ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചിന്തിക്കണം. ബൈബിൾ ഭാഗത്ത് നിന്ന് വ്യാഖ്യാനത്തിലൂടെ വെളിപ്പെടുന്ന തത്വമാണ് പ്രസ്തുത ബൈബിൾ ഭാഗത്തെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ സഹായിക്കുന്ന ഘടകം. പ്രത്യേക സാഹചര്യങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് ഇന്നത്തെ സമാന സാഹചര്യങ്ങളിൽ എത്രമാത്രം പ്രസക്തിയുണ്ടെന്ന് നിർണയിക്കുന്ന പ്രസ്താവനയാണ് തത്വം. ഈ തത്വം ബൈബിളിൽ അതോട് ബന്ധപ്പെട്ട മറ്റു ഭാഗങ്ങളോട് ചേർന്നു പോകുന്നതായിരിക്കണം. ബൈബിളിൽ കൂടുതൽ പ്രകടമായി വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾക്ക് അത്രയും പ്രകടമായി വെളിപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യങ്ങളെക്കാൾ കൂടുതൽ ഊന്നൽ കൊടുക്കണം. ഒരു വാക്യത്തിനോ ബൈബിൾ ഭാഗത്തിനോ ഇല്ലാത്ത അർത്ഥം ഉണ്ടെന്ന് വാദിച്ച് തങ്ങളുടെ ആഗ്രഹത്തിനൊത്ത വിധം അർത്ഥങ്ങൾ ആരോപിക്കുന്ന അപകടകരമായ പ്രവണത ഇന്ന് അനേകരിൽ കാണാം. ഒരു വാക്യത്തിനോ ബൈബിൾ ഭാഗത്തിനോ യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ അർത്ഥം കൊടുക്കാതിരിക്കാനും ഉള്ള അർത്ഥം ചോർത്തിക്കളയാതിരിക്കാനും വ്യാഖ്യാതാവ് അതീവ ജാഗ്രത പുലർത്തണം. സംഭവങ്ങളും ഉപദേശങ്ങളും തമ്മിൽ വേർതിരിക്കണം. സംഭവ വിവരണങ്ങളായ ബൈബിൾ ഭാഗങ്ങളെ ഉപദേശപരമായ ബൈബിൾ ഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം വ്യാഖ്യാനിക്കാൻ. സംഭവ വിവരണങ്ങളായ ബൈബിൾ ഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഉപദേശങ്ങളെ രൂപപ്പെടുത്തിയാൽ തെറ്റുപറ്റും. ഓരോ ബൈബിൾ ഭാഗത്തും ഇന്ന് നാം ചെയ്യേണ്ടതായ എന്തെങ്കിലും കൽപ്പനയോ ഉപദേശമോ തത്വങ്ങളോ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ദൈവത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ ചില പ്രവർത്തനങ്ങളും രീതികളും ഇന്നും ആവർത്തിക്കണമെന്ന് നിർബന്ധമില്ല. ബൈബിളിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇന്നും നാം നിർബന്ധമായി ചെയ്യേണ്ടതായിരിക്കുകയില്ല. ഇന്ന് നാം ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഉപദേശ കൽപ്പന രൂപത്തിൽ തന്നെ ബൈബിളിൻ്റെ പുതിയ നിയമ ഭാഗത്തിലൂടെ ദൈവം വ്യക്തമാക്കുന്നു. ബൈബിൾ എല്ലാവർക്കുമുള്ള ദൈവിക വെളിപ്പാടായതിനാൽ പിൽക്കാലത്ത് അസാധുവാക്കാത്ത പൊതു ഉപദേശങ്ങളെല്ലാം ഇന്ന് നമുക്ക് ബാധകമാണ് എന്നാണ് അനുമാനിക്കേണ്ടത്. വചനം പറയുന്നത് പറയുക, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. അവ്യക്തമായ തത്വങ്ങൾ ഉപയോഗിച്ച് വ്യക്തമായ കാര്യങ്ങളെ നിഷേധിക്കുന്ന പ്രവണത ഇന്നുണ്ട്. ചിലർ വചനത്തോട് കൂട്ടുചേർക്കുന്നു. അവർ പാലിൽ വെള്ളം ഒഴിക്കുന്നവരെ പോലെയാണെങ്കിൽ മറ്റു ചിലർ പാലിൽ നിന്ന് വെണ്ണ മാറ്റിക്കളയുന്നവരെ പോലെയാണ്. അവർ വചനത്തിൽ നിന്ന് എടുത്തു കളയുന്നു. അവർ പ്രധാന വിഷയങ്ങൾ പ്രസംഗിക്കാതെ അപ്രധാന വിഷയങ്ങൾ പ്രസംഗിക്കുന്നു. മറ്റു ചിലർ പുതിയ ചിന്തകൾ നൽകുന്നു എന്ന വ്യാജേന കേൾവിക്കാരുടെ മുമ്പിൽ പണ്ഡിതഭാവം നടിക്കാൻ വേണ്ടി ബൈബിളിൽ ഇല്ലാത്ത അർത്ഥങ്ങൾ കൂട്ടിച്ചേർത്ത് പഠിപ്പിക്കുന്നു. ഇവരെയെല്ലാം സൂക്ഷിക്കുക. ശരിയായ മുൻവിധികൾ ഉണ്ടായിരിക്കണം. ബൈബിൾ ദൈവനിവേശിതമായ വെളിപ്പാടാണെന്നും ആധികാരികവും സത്യവുമായ ആത്മീയ ഗ്രന്ഥമാണെന്നും വൈവിധ്യത്തിൽ ഏകത്വമുള്ളതും മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുമായ 66 പുസ്തകങ്ങളുടെ സമാഹാരമാണെന്നും വ്യാഖ്യാതാവ് അംഗീകരിക്കണം. ദൈവവിരുദ്ധമായ മനോഭാവത്തോടും അനുമാനങ്ങളോടും കൂടെ ബൈബിളിനെ സമീപിക്കരുത്. ബൈബിൾ സത്യത്തെ വിമർശിക്കാനും തെറ്റാണെന്ന് തെളിയിക്കാനും വേണ്ടി ബൈബിൾ പഠിക്കുന്നവർ തെറ്റായ നിഗമനങ്ങളിൽ എത്തിച്ചേരും. തെറ്റായ മുൻവിധികൾ തെറ്റായ നിഗമനങ്ങളിലേക്ക് മാത്രമേ എത്തിക്കൂ. ബൈബിളിനെ മനസ്സിലാക്കാനും അനുസരിക്കാനും വേണ്ടിയാണ് ബൈബിൾ പഠിക്കേണ്ടത്. സത്യസന്ധമായി ബൈബിളിനെ സമീപിക്കുന്നവർക്ക് സത്യം വെളിപ്പെടും. തെറ്റായ ഉദ്ദേശങ്ങളോടെ ബൈബിൾ പഠിക്കുന്നവർ ദുരുപദേശത്തിലും ആശയക്കുഴപ്പത്തിലും എത്തിച്ചേരും. വൈവിധ്യത്തെ വൈരുദ്ധ്യമായി കണക്കാക്കരുത്. ബൈബിളിൽ ചിലപ്പോൾ ഒരേ കാര്യം വ്യത്യസ്തമായ രീതികളിൽ പറഞ്ഞെന്ന് വരാം.
പക്ഷേ വൈരുദ്ധ്യം നിറഞ്ഞ രീതികളിലുള്ള പ്രസ്താവനകൾ ബൈബിളിലില്ല. വൈരുദ്ധ്യങ്ങളെ ഒഴിവാക്കുന്ന വ്യാഖ്യാനമാണ് ശരിയായ വ്യാഖ്യാനം. ശരിയായ വ്യാഖ്യാനത്തിന് ആവശ്യമായ അടിസ്ഥാന യോഗ്യതകൾ ഉണ്ടായിരിക്കണം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വീണ്ടും ജനനം പ്രാപിക്കുകയും ബൈബിൾ ദൈവവചനമാണെന്ന് മനസ്സിലാക്കി അതിന് കീഴ്പ്പെട്ട് ജീവിക്കാനും യേശുക്രിസ്തുവിനെ അനുസരിക്കാനും തയ്യാറുള്ളവർക്ക് മാത്രമേ ബൈബിൾ ശരിയായി വ്യാഖ്യാനിക്കാൻ കഴിയൂ. കാരണം അത്തരക്കാർക്ക് മാത്രമേ പരിശുദ്ധാത്മാവിന്റെ പ്രകാശനത്താൽ ശരിയായ വ്യാഖ്യാന രീതികൾ അനുയോജ്യമായി ഉപയോഗിക്കാനുള്ള പ്രചോദനം ലഭിക്കുകയുള്ളൂ. വീണ്ടും ജനനം, ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള ആദരവ്, ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാനുള്ള മനസ്സ്, ദൈവത്തോടുള്ള വിധേയത്വവും അനുസരണവും പ്രാർത്ഥനയും നിറഞ്ഞ ജീവിതം, ബൈബിളിനോട് ബന്ധപ്പെട്ട വിവിധ വസ്തുതകൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ്, അറിവുള്ളവരിൽ നിന്നും പഠിക്കാനുള്ള മനസ്സ് എന്നിവ ശരിയായ വ്യാഖ്യാനം നടത്താൻ ആവശ്യമാണ്. വ്യാഖ്യാനത്തിൽ പരിശുദ്ധാത്മാവിനുള്ള പങ്ക് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് ബൈബിളിന് തുല്യമായ വെളിപ്പാട് ഇനി സഭായുഗത്തിൽ ആർക്കെങ്കിലും കൊടുത്ത് ബൈബിളിനോട് കൂട്ടിച്ചേർക്കാൻ അനുവദിക്കില്ല. മാത്രമല്ല, ബൈബിളിൽ ഇല്ലാത്തതും മറ്റാർക്കും കൊടുക്കാത്തതുമായ ജ്ഞാനം ഒരാൾക്ക് മാത്രമായി കൊടുക്കുമെന്നും തോന്നുന്നില്ല. ബൈബിളിനോട് ചേർന്ന് പോകാത്ത തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ എത്ര വലിയ വിശ്വാസി നടത്തിയാലും അത് തെറ്റായി പോകും. വിശ്വാസി ആയതുകൊണ്ട് എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും ശരിയാകുമെന്ന് ദൈവിക വാഗ്ദാനമില്ല. പരിശുദ്ധാത്മ പ്രകാശനം പുരോഗമനാത്മകമാണ്. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ശരിയായ വ്യാഖ്യാനം നടത്താൻ ആത്മീയ പക്വതയും ശരിയായ പഠനരീതികൾ ഉപയോഗിച്ച് നടത്തുന്ന സുബോധത്തോടെയുള്ള പഠനവും എല്ലാം ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ബൈബിൾ മനസ്സിലാക്കാൻ എല്ലാ വിശ്വാസികൾക്കും കഴിയും. യേശു സദൂക്കായരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. സദൂക്കായർക്ക് വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല എന്നതായിരുന്നു ദൈവഹിതമെങ്കിൽ യേശു അവരോട് അങ്ങനെ പറയുമായിരുന്നില്ല. അതായത് അവർക്ക് ദൈവവചനം മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. എല്ലാവരെ സംബന്ധിച്ചും ഇത് ശരി തന്നെ. സത്യദൈവം സാധാരണക്കാരുടെയും ദൈവമാണ്. പുതിയ നിയമം പരമ്പരാഗത പുരോഹിത വർഗ മേധാവിത്വ മനോഭാവത്തിന് എതിരാണ്. ദൈവം മനുഷ്യനായി അവതരിച്ച യേശു ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാരണക്കാരനായി വളർന്ന് സാധാരണക്കാരനായി ജീവിച്ചു. യേശുവിന്റെ വംശാവലിയിൽ വളരെ സാധാരണക്കാരായ പലരും ഉൾപ്പെടുന്നു. ഉദാഹരണമായി റാഹാബ്, റൂത്ത്, താമാർ, ബത്ശേബ എന്നിവർ. യേശു ജനിച്ചപ്പോൾ ആ സന്തോഷവാർത്ത ദൈവദൂതന്മാർ അറിയിച്ചത് പുരോഹിതരെയും വേദശാസ്ത്ര പണ്ഡിതരെയുമല്ല, മറിച്ച് സാധാരണക്കാരായ ആട്ടിടയന്മാരെയായിരുന്നു. യേശു തന്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തത് പുരോഹിതരെയും വേദശാസ്ത്ര പണ്ഡിതരെയുമായിരുന്നില്ല, മറിച്ച് സാധാരണക്കാരെയായിരുന്നു. ഉയിർപ്പിന് ശേഷം യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഹാപുരോഹിതർക്കോ തൻ്റെ ശിഷ്യർക്കോ അമ്മയ്ക്കോ അല്ല, മറിച്ച് തന്നെ തേടി അലഞ്ഞ വെറും സാധാരണക്കാരിയായ മഗ്ദലേന മറിയത്തിനായിരുന്നു. ബൈബിൾ അഭിസംബോധന ചെയ്യുന്നത് വിശ്വാസികളെയാണ്, സഭാപ്രസ്ഥാനങ്ങളെയോ അധികാരികളെയോ അല്ല. ക്രിസ്തുവിന്റെ സഭയിൽ വിശ്വാസികൾക്കാണ് കൂടുതൽ പ്രാധാന്യം. പൗലോസിന്റെ റോമാക്കാർക്കുള്ള ലേഖനം പോലും അഭിസംബോധന ചെയ്യുന്നത് ഏതെങ്കിലും സഭാപ്രസ്ഥാനത്തെയല്ല, മറിച്ച് റോമിലുണ്ടായിരുന്ന യേശുവിലുള്ള വിശ്വാസികളെയാണ്, ജീവിക്കുന്ന വിശുദ്ധരെയാണ്. അവയൊന്നും നേതാക്കൾക്ക് മാത്രം എഴുതിയതല്ല, സാധാരണ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് എഴുതിയതാണ്. ക്രിസ്തീയ വിശ്വാസം ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധർ എന്നറിയപ്പെടുന്ന ക്രിസ്തീയ വിശ്വാസികൾക്കാണ്, അല്ലാതെ നേതാക്കന്മാർക്ക് മാത്രമല്ല. ക്രിസ്തീയ വിശ്വാസം സംരക്ഷിക്കുക എന്ന ഉന്നതമായ ദൗത്യം നൽകപ്പെട്ടിരിക്കുന്നത് ക്രിസ്തീയ വിശ്വാസികൾക്കാണ്. വിശ്വാസികളാണ് സത്യത്തിന്റെ തൂണും താങ്ങും. അതിനാൽ സുവിശേഷ സത്യങ്ങൾ മനസ്സിലാക്കാനും സംരക്ഷിക്കാനുമുള്ള കടമ എല്ലാ വിശ്വാസികൾക്കുമുണ്ട്.
പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് സാധാരണ വിശ്വാസികളോടാണ്, അല്ലാതെ ചില നേതാക്കളോട് മാത്രമല്ല എന്ന് ബൈബിളിൽ നിന്ന് വ്യക്തമാകുന്നു. മാത്രമല്ല, അത്തരം ദൈവികതയുടെ പരിവേഷമുള്ളവർ ആത്മീയ അന്ധത മൂലം ദൈവഹിതം മനസ്സിലാക്കാൻ പലപ്പോഴും പരാജയപ്പെടുന്നു എന്നതാണ് വാസ്തവം. പ്രവാചകനായിരുന്ന ബാലാം ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാനും ദൈവദൂതനെ കാണാനും പരാജയപ്പെട്ടു. എന്നാൽ ബാലാമിൻ്റെ കഴുത ദൈവദൂതനെ കണ്ടു. അതുപോലെ തന്നെ മഹാപുരോഹിതന്മാർ ദൈവപുത്രനെ തിരിച്ചറിയാൻ കഴിയാതെ ക്രൂശിച്ചപ്പോൾ അനേകം സാധാരണക്കാർ യേശുവിൽ വിശ്വസിച്ച് അനുഗ്രഹവും രക്ഷയും പ്രാപിക്കുകയും ചെയ്തു. ഇന്നത്തേതുപോലെയുള്ള സഭാപ്രസ്ഥാനങ്ങളോ സഭാധികാരങ്ങളോ ഉടലെടുക്കുന്നതിന് വളരെ മുമ്പേ തന്നെ ക്രിസ്ത്യാനികൾ ബൈബിൾ വായിക്കുകയും മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്തു പോന്നു. ആ കാലഘട്ടത്തിൽ ഇന്നത്തേതുപോലെയുള്ള ദൈവവചന വിരുദ്ധമായ വിശ്വാസങ്ങളും വാദങ്ങളും ആചാരങ്ങളും ഇല്ലായിരുന്നു. ഉപദേഷ്ടാവായി പരിശുദ്ധാത്മാവും എഴുതപ്പെട്ട ദൈവവചനമായി ബൈബിളും ഉള്ളതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് മജിസ്റ്റീരിയം പോലെ കേന്ദ്രീകൃതമായ ഒരു പ്രബോധനാധികാര സംവിധാനത്തിൻ്റെ ആവശ്യമില്ല. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. 1 യോഹന്നാൻ 2-ാം അധ്യായം 26-27 വാക്യങ്ങൾ. അതിനാൽ ബൈബിൾ പഠനത്തിനായി അതിരുകവിഞ്ഞ് മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ബൈബിൾ പഠിക്കുന്നവർക്ക് സത്യത്തെക്കുറിച്ച് മറ്റുള്ളവരെക്കാൾ കൂടുതൽ പരിജ്ഞാനമുണ്ടാകുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ബൈബിൾ ശരിയായി മനസ്സിലാക്കാൻ മനുഷ്യരുടെയല്ല പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ് ഏറ്റവും പ്രധാനം. ബൈബിൾ സത്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ദൈവമക്കൾക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ആർക്കും ബൈബിളിനെ ശരിയായി മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. 1 കൊറിന്ത്യർ 2-ാം അധ്യായം 14-ാം വാക്യം. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഏതൊരു ക്രിസ്തീയ വിശ്വാസിക്കും ബൈബിളിനെ ശരിയായി മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി മാത്രമേ ആർക്കും ബൈബിൾ ശരിയായി മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും കഴിയൂ. തെറ്റായ ദൈവവചന വ്യാഖ്യാനം ഏറ്റവും ഹീനമായ നുണയാണ്. തെറ്റായ വ്യാഖ്യാനത്തിലൂടെ പലരും ദൈവം നിശ്ചയിച്ച അർത്ഥത്തെ ഒളിച്ചുവയ്ക്കുകയും ഒതുക്കിക്കളയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. യേശുവിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ ആലയമായി തീരുന്നു. ഈ ദേവാലയത്തിലെ അതിപരിശുദ്ധ സ്ഥലമായ മനുഷ്യാത്മാവിൽ ദൈവാത്മാവ് മനുഷ്യനുമായി ബന്ധപ്പെടുന്നു, സംസാരിക്കുന്നു. യേശുവിലുള്ള വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ച് വീണ്ടും ജനനത്തിലൂടെ തൻ്റെ ആത്മാവിന് പുതുജീവൻ ലഭിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി തീർന്ന വ്യക്തിക്ക് മാത്രമേ പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്ന രീതിയിലും അർത്ഥത്തിലും ബൈബിൾ മനസ്സിലാക്കാൻ കഴിയൂ. ബൈബിളിൻ്റെയും വിശ്വാസിയുടെ വീണ്ടും ജനിച്ച ആത്മാവിൻ്റെയും സൃഷ്ടികർത്താവ് പരിശുദ്ധാത്മാവ് എന്ന ഒരാൾ മാത്രമാണ്. ഇത്തരം സർവപ്രധാനമായ ഒരു ആന്തരിക സമാനത ഉണ്ടായിരിക്കേണ്ടത് ബൈബിൾ സത്യങ്ങൾ ഗ്രഹിക്കാൻ നമുക്ക് അത്യാവശ്യമാണ്. ഒരു വിശ്വാസി ബൈബിൾ വായിക്കുകയോ ദൈവവചനം കേൾക്കുകയോ ചെയ്യുമ്പോൾ വിശ്വാസിയിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് തൻ്റെ തന്നെ വാക്കുകൾ തിരിച്ചറിയുകയും അങ്ങനെ ആ വിശ്വാസിക്ക് ആഴമായ ബൈബിൾ സത്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുകയും ചെയ്യുന്നു. ദൈവം ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാതെ ഒരു വ്യക്തിക്കും ബൈബിൾ ശരിയായി മനസ്സിലാക്കാൻ കഴിയില്ല. അതിനാൽ ശരിയായി വ്യാഖ്യാനിക്കാനും തീരുമാനങ്ങൾ നടപ്പിലാക്കാനും പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക.
മാനുഷിക ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്നതുകൊണ്ടും വ്യാഖ്യാനിക്കുന്ന മനുഷ്യൻ്റെ പരിമിതി കൊണ്ടും തെറ്റിദ്ധാരണകൾക്ക് ധാരാളം സാധ്യതകൾ ബൈബിളിലുണ്ട്. എഴുത്തുകാർ ഉദ്ദേശിച്ച അർത്ഥം കണ്ടെത്താനും ഉയർത്തി കാണിക്കാനും പരിശുദ്ധാത്മ ശക്തിയാൽ മാത്രമേ ഒരുവന് സാധ്യമാകൂ. നമ്മെ തന്നെ പൂർണ്ണമായി കീഴ്പ്പെടുത്തേണ്ടത് മറ്റു മനുഷ്യർക്കോ പ്രസ്ഥാനങ്ങൾക്കോ അല്ല, തെറ്റുപറ്റാത്ത പ്രഥമ ഉപദേഷ്ടാവായ പരിശുദ്ധാത്മാവിന് മാത്രം. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരുവാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. യോഹന്നാൻ 16:13. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവവചന സത്യം നാം പ്രഥമമായും പഠിക്കേണ്ടത് പരിശുദ്ധാത്മാവ് എന്ന ആളിൽ നിന്നാണ്. നാം ബൈബിൾ വായിക്കുമ്പോൾ, ശ്രവിക്കുമ്പോൾ ദൈവവചനം മനസ്സിലാക്കുവാനായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുന്നു. ബൈബിളിലുള്ള സത്യങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന പ്രവൃത്തി പരിശുദ്ധാത്മാവ് തുടർന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മെ യേശുവിനെക്കുറിച്ച് കൂടുതലായി പഠിപ്പിക്കുകയും യേശുവിലേക്ക് നമ്മെ കൂടുതലായി അടുപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് സത്യത്തെ പൂർണ്ണമായി മനസ്സിലാക്കേണ്ടത് ദൈവത്തെ അനുസരിക്കുന്നവർക്ക് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ സ്വയം കീഴ്പ്പെടുത്തിക്കൊണ്ടാണ്, അല്ലാതെ ഏതെങ്കിലും സഭാധികാരത്തിന് മാത്രം സ്വയം കീഴ്പ്പെടുത്തിക്കൊണ്ടല്ല. ഗ്രന്ഥകർത്താവിൽ നിന്ന് തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ല പഠന സഹായി പരിശുദ്ധാത്മാവാണ്. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ: വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. 2 പത്രോസ് 1:20-21 വാക്യങ്ങൾ. ബൈബിൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ എഴുതപ്പെട്ടതാണ്. അതിനാൽ ബൈബിൾ ശരിയായി വ്യാഖ്യാനിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. പ്രവാചക വചനങ്ങളെ ശ്രദ്ധിച്ച് പഠിക്കണമെന്ന് പത്രോസ് സാധാരണ വിശ്വാസികളെ ഉപദേശിക്കുന്നു. 2 പത്രോസ് 1:19. അതിൻ്റെ അർത്ഥം ബൈബിൾ വചനങ്ങളെ പഠിക്കാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഓരോ നല്ല വിശ്വാസിക്കും ലഭ്യമാണ് എന്നാണ്. അതിനാൽ ഒരു സഭാധികാര വൃന്ദത്തിൻ്റെയും വ്യാഖ്യാനങ്ങൾക്ക് നമ്മെ തന്നെ അടിമകളാക്കാൻ പാടില്ല. മാനുഷിക പ്രസ്ഥാനങ്ങൾക്ക് നമ്മുടെ ആത്മീയ കാര്യങ്ങൾ കീഴ്പ്പെടുത്തി കൊടുക്കുന്നത് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോടലും അപകടകരവുമാണ്. യേശുവിനെ കുറിച്ച് നമ്മുടെ ആത്മാവിന് സാക്ഷ്യം നൽകേണ്ടത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന സാക്ഷ്യം യേശുവിനെ കുറിച്ചാണ്. യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുത്തു നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. യോഹന്നാൻ 15:26. സത്യത്തെക്കുറിച്ചുള്ള ആത്യന്തികമായ ബോധ്യം നമുക്കുണ്ടാകേണ്ടത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്, അല്ലാതെ ഏതെങ്കിലും സഭാപ്രസ്ഥാനത്തിൻ്റെ അധികാരത്തിന് അടിമപ്പെട്ടുകൊണ്ടല്ല. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം യേശുവിനെ കുറിച്ചായിരിക്കും, അല്ലാതെ ഏതെങ്കിലും സഭാപ്രസ്ഥാനത്തെപ്പറ്റി ആയിരിക്കുകയില്ല. ബൈബിൾ അറിയാത്തതുകൊണ്ട് തെറ്റുന്നു എന്നും ദൈവവചനം അറിയാഞ്ഞാൽ നിങ്ങൾക്ക് നാശം എന്നും യേശു പറഞ്ഞു. യേശു മറുപടി പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. മർക്കോസ് 12:24. അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. ഹോസിയ 4:6. തെറ്റുപറ്റാതിരിക്കേണ്ടതിനായി നാം ബൈബിൾ എന്ന വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാക്കണം എന്നാണ് യേശു പഠിപ്പിക്കുന്നത്. സത്യമേതെന്ന് നിർണയിക്കാനുള്ള അളവുകോൽ അത്ഭുതങ്ങളല്ല, ദൈവവചനമാണ്. അതിനാൽ ദൈവവചനം നന്നായി പഠിക്കുക. ദൈവവചനത്തെ പറ്റിയുള്ള അറിവ് കുറവ് കൊണ്ട് നമ്മുടെ ചിന്തകളിൽ തെറ്റുപറ്റാം. ഉദാഹരണമായി, ഉയിർപ്പുണ്ടെങ്കിൽ മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ തന്നെ ഉയിർപ്പിലും ജീവിക്കും എന്ന് സദൂക്കായർ തെറ്റിദ്ധരിച്ചു. എന്നാൽ
ഈ ലോക ജീവിതത്തിൽ ശരിയായി നടപ്പിലാകുന്ന കാര്യങ്ങളെല്ലാം മരണശേഷമുള്ള ജീവിതത്തിലും നടപ്പിലാകും എന്ന ചിന്ത ശരിയല്ല എന്ന് മേൽപ്പറഞ്ഞ ദൈവവചന ഭാഗങ്ങളിലൂടെ യേശു വ്യക്തമാക്കുന്നു. ഈ ലോകത്തിൻ്റെ രീതികളും ദൈവിക ജ്ഞാനവും പരസ്പര വിരുദ്ധങ്ങളാണ്. യേശുവാണ് യഥാർത്ഥ സത്യമെന്ന് അംഗീകരിക്കാത്ത വിശ്വാസ സംഹിതകൾക്കൊന്നും ശരിയായിരിക്കാൻ കഴിയുകയില്ല. ഈ ലോകത്തിൻ്റെ ജ്ഞാനം പ്രാപഞ്ചിക ജ്ഞാനമാണ്. ദൈവിക ജ്ഞാനം ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ തുടർച്ചയല്ല, മറിച്ച് ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിൻ്റെ മുമ്പിൽ ഭോഷത്വമാണ്. ഈ വസ്തുത താഴെ പറയുന്ന ചില ദൈവവചന ഭാഗങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. 1 കൊറിന്ത്യർ 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എന്നാൽ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പക്ഷേ ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിൻ്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല, രഹസ്യവും നിഗൂഢവുമായ ദൈവിക വിജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. 1 കൊറിന്ത്യർ 3-ാം അധ്യായം 18-20 വാക്യങ്ങളിൽ പറയുന്നു: ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനിയെന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ ഭോഷനാകട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കുടുക്കുന്നു എന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നു എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. ജെറമ്യ 9-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ പറയുന്നു: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. 1 കൊറിന്ത്യർ 1-ാം അധ്യായം 27 മുതൽ 31 വരെ വാക്യങ്ങളിൽ പറയുന്നു: ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. ശരിയായ ദൈവിക ജ്ഞാനത്തിലേക്ക് വളരണം. ശരിയായ ദൈവിക വിജ്ഞാനത്തിലേക്ക് നാം വളരുമ്പോഴാണ് ദൈവവചന സത്യങ്ങളുടെ ആഴങ്ങൾ ഗ്രഹിക്കുന്നതിലുള്ള സന്തോഷവും സംതൃപ്തിയും നമുക്ക് മനസ്സിലാകുന്നത്. ശരിയായ ദൈവിക ജ്ഞാനം നേടുന്നതിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്താൻ സഹായകരമായ ചില ദൈവവചന ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ നിറയുകയും അറിവ് ആത്മാവിനെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും. സുഭാഷിതങ്ങൾ 2:10. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. സുഭാഷിതം 9:10. ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്, തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം. ജോബ് 28:28. നീ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും അറിവിൻ്റെ നേരെ നിന്റെ ഹൃദയം ചായിക്കുകയും ചെയ്യുക. പൊരുളറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക, അറിവിനു വേണ്ടി വിളിച്ചപേക്ഷിക്കുക. നീ അതിനെ വെള്ളി എന്ന പോലെ തേടുകയും നിഗൂഢ നിധി എന്നതുപോലെ അന്വേഷിക്കുകയും ചെയ്യുക. അപ്പോൾ നീ ദൈവഭക്തി എന്തെന്ന് ഗ്രഹിക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുകയും ചെയ്യും. എന്തെന്നാൽ കർത്താവ് ജ്ഞാനം നൽകുന്നു, അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു. അവിടുന്ന് സത്യസന്ധർക്കായി അന്യൂനമായ ജ്ഞാനം കരുതി വയ്ക്കുന്നു. സുഭാഷിതം 3:2 മുതലുള്ള വാക്യങ്ങൾ. ബൈബിൾ മനസ്സിലാക്കാൻ ബുദ്ധിയും അറിവും മാത്രം പോരാ, ദൈവവുമായുള്ള വ്യക്തിബന്ധവും വേണം. ബൈബിളിലൂടെയുള്ള ആശയവിനിമയത്തിന് പാണ്ഡിത്യം, ബുദ്ധി എന്നീ ഘടകങ്ങളെക്കാൾ പ്രധാനം ആത്മീയ നിലവാരമാണ്. അതിനാൽ ദൈവിക വെളിപ്പാടിനെ മാനുഷിക ചിന്തകളുടെ മാത്രം വെളിച്ചത്തിൽ നോക്കിക്കണ്ട് വ്യാഖ്യാനിക്കുന്നത് അപര്യാപ്തമായ രീതിയാണ്.
യേശു ദൈവപുത്രനാണെന്ന് വെറും ബുദ്ധി മാത്രം ഉപയോഗിച്ച് അംഗീകരിക്കാൻ കഴിയില്ല. ബൈബിളിലെ ആഴമായ ആത്മീയ സത്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയൂ. മനുഷ്യബുദ്ധി മാത്രം ഉപയോഗിച്ച് സത്യത്തെ ശരിയായി അറിയുന്നു എന്ന് ഉറപ്പുള്ള അവസ്ഥയിൽ എത്താൻ നമുക്ക് സാധിക്കുകയില്ല. യേശുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിലൂടെയും ആഴമായ വിശ്വാസത്തിലൂടെയും മാത്രമേ ആ ഉറപ്പ് നേടിയെടുക്കുവാൻ കഴിയൂ. ബുദ്ധി ഉപയോഗിച്ച് ബൈബിളിനെ പറ്റി പഠിക്കാനും യേശുവിനെ പറ്റി അറിവ് നേടാനും മനുഷ്യന് കഴിയും. എന്നാൽ യേശു എന്ന വ്യക്തിയെ അറിയേണ്ടതുപോലെ അറിയാൻ യേശുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിലൂടെ മാത്രമേ കഴിയൂ. നമുക്ക് രക്ഷ ലഭിച്ചു എന്ന ഉറപ്പ് പാണ്ഡിത്യത്തിൽ നിന്ന് ലഭിക്കില്ല. ദൈവവചനത്തിൽ നിന്നുമാണ് അത്തരം ഉറപ്പ് നമുക്ക് ലഭിക്കുന്നത്. യുക്തിവാദവും വിശ്വാസവും പരസ്പര വിരുദ്ധങ്ങളാണ്. യുക്തിവാദം കാണുന്ന കാര്യങ്ങളിലുള്ള ഉറപ്പും നിശ്ചയവുമാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിശ്വാസത്തിൻ്റെ സഹായമില്ലാതെ മനുഷ്യബുദ്ധി കൊണ്ട് മാത്രം എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധം അതിസ്വാഭാവിക തലങ്ങളിൽ ആഴമായിട്ടാണ് ദൈവം ബൈബിൾ സത്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമത്രേ. അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു എന്നും കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥം എന്നറിയുന്നു എന്നും എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തെ പഠിക്കുവാൻ കഴിയില്ല. ദൈവഭയം അറിവിൻ്റെ ആരംഭമാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കിയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. ദൈവിക വെളിപ്പാട്, പ്രപഞ്ചം, മനുഷ്യഹൃദയം, ബൈബിൾ, യേശുക്രിസ്തു എന്നിവയിൽ സംയോജിതമായി വെളിപ്പെട്ടു നിൽക്കുന്നു. ഒരു പ്രവൃത്തി നല്ലതാകുന്നതും ശരിയാകുന്നതും അത് ദൈവ സ്വഭാവത്തോട് ഒത്തുപോകുന്നത് കൊണ്ടാണ്. ദൈവഹിതം ദൈവത്തിനും ദൈവ സ്വഭാവത്തിനും മാത്രമാണ് കീഴ്പ്പെട്ടിരിക്കുന്നത്. ദൈവഹിതം ദൈവിക നിയമങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്നു. ദൈവിക നിയമങ്ങൾ പ്രപഞ്ചത്തിലും മനുഷ്യഹൃദയത്തിലും ദൈവവചനത്തിലും എഴുതപ്പെട്ടിരിക്കുന്നു. നാം അവ വായിക്കുമ്പോൾ ദൈവത്തെ മനസ്സിലാകും. എന്നാൽ മനുഷ്യൻ ശാസ്ത്രത്തിലൂടെ പ്രപഞ്ചത്തെ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തപ്പോൾ പലരും പല നിഗമനങ്ങളിലെത്തുന്നു. മനുഷ്യഹൃദയത്തിലുള്ള ദൈവിക നിയമത്തെ വ്യാഖ്യാനിക്കുന്നതിലും കൃത്യത ഇല്ലാതെ പോകുന്നു. പാപത്തിൻ്റെ ഫലമായി പൊതുവെളിപ്പാട് ശരിയായി മനസ്സിലാക്കാൻ മനുഷ്യനുണ്ടായ ഈ കുറവ് നികത്താൻ ദൈവവചനത്തിലൂടെ അവസരം ലഭിച്ചിരിക്കുന്നു. ദൈവവചനത്തിലൂടെ ദൈവിക സ്വഭാവവും പദ്ധതികളും വളരെ വ്യക്തമായി വെളിപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ചത്തിലും മനുഷ്യഹൃദയത്തിലും ദൈവവചനത്തിലും ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവിക വെളിപ്പാടിലുള്ള സങ്കീർണതകളും അവ്യക്തതയും യേശുക്രിസ്തു എന്ന അന്തിമ ദൈവിക വെളിപ്പാടിൽ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. യേശുവുമായുള്ള സ്നേഹബന്ധവും അതിലൂടെ മറ്റുള്ളവരുമായുള്ള സ്നേഹബന്ധവുമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന വ്യവസ്ഥ. നിയമം മനുഷ്യന് തൻ്റെ കുറവുകൾ വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ രക്ഷ നൽകിയത് യേശുവാണ്. നമ്മുടെ സൽപ്രവർത്തികൾക്ക് പ്രചോദനം നൽകുന്നത് യേശുവിൻ്റെ സ്നേഹമാണ്. പ്രപഞ്ചത്തിലും മനുഷ്യഹൃദയത്തിലും ദൈവവചനത്തിലും അന്തർലീനമായിരിക്കുന്ന ദൈവിക വെളിപ്പാടാണ് പലതരത്തിലുള്ള മനുഷ്യർ തമ്മിൽ യേശുക്രിസ്തുവിലുള്ള ദൈവിക സത്യത്തെക്കുറിച്ചുള്ള അർത്ഥപൂർണമായ വിശകലനവും സംഭാഷണവും സാധ്യമാക്കി തീർക്കുന്നത്. കാരണം ദൈവവചനത്തിലെ ദൈവിക വെളിപ്പാടിനെ അംഗീകരിക്കാത്തവരും പ്രപഞ്ചത്തിലും മനുഷ്യഹൃദയത്തിലുമുള്ള ദൈവിക വെളിപ്പാടിന് വിധേയപ്പെട്ട് ജീവിക്കേണ്ടതായിട്ടുണ്ട്. നാം ഏതു തരത്തിലുള്ളവരാണ് എന്ന് മനസ്സിലാക്കാൻ തെറ്റിനെയും ശരിയെയും പറ്റിയുള്ള നമ്മുടെ വിശ്വാസങ്ങളും അനുബന്ധ ജീവിതവും വിലയിരുത്തിയാൽ മതി. തെറ്റിനെയും ശരിയെയും പറ്റിയുള്ള നമ്മുടെ നിലപാട്
നമ്മുടെ വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും വെളിപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സാഹചര്യങ്ങളോട് നാം പ്രതികരിക്കുന്ന രീതിയിൽ നിന്നാണ് വ്യക്തമാകുന്നത്. ബൈബിളിനെ യേശുവിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കണം. യേശുവാണ് നിയമം. എല്ലാ ബൈബിൾ വ്യാഖ്യാനങ്ങളുടെയും കേന്ദ്രബിന്ദു യേശുക്രിസ്തുവും യേശുക്രിസ്തുവിലുള്ള രക്ഷയുമായിരിക്കണം. കാരണം എല്ലാ ചരിത്രത്തിൻ്റെയും പ്രവചനങ്ങളുടെയും കേന്ദ്രബിന്ദു യേശുക്രിസ്തുവാണ്. നാം ബൈബിളിലെ ഓരോ വാക്യവും മുഴുവൻ വചനത്തിൻ്റെയും യേശുവിൻ്റെയും വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കണം. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. യേശുവിലാണ് പൂർണ്ണമായ വെളിപ്പാട്. ബൈബിളിൻ്റെ കേന്ദ്രബിന്ദുവും താക്കോലും യേശുവാണ്. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. യേശു ബൈബിളിനേക്കാൾ വലിയവനാണ്. വർണ്ണനാതീതനായ ഒരാളെ താൻ തന്നെ മനുഷ്യന് ഗ്രഹിക്കാവുന്ന രീതിയിൽ വർണ്ണിക്കാനുള്ള ശ്രമം നാം ബൈബിളിൽ കാണുന്നു. നാം ബൈബിളിനെയല്ല യേശുവിനെയാണ് പ്രസംഗിക്കേണ്ടത്. നമ്മുടെ നിയമസംഹിത യേശു എന്ന ഒരു വ്യക്തിയാണ്. യേശുവിൽ ദൈവിക വെളിപ്പാട് പൂർണ്ണമായി. ബൈബിളിനെ മുഴുവൻ യേശുവിൻ്റെ ആളത്വത്തിൻ്റെ അളവുകോൽ കൊണ്ട് അളക്കണം. യേശുവിൻ്റെ ആത്മാവുമായി സ്വഭാവവുമായി ചേരുന്ന രീതിയിൽ വ്യാഖ്യാനിക്കണം. യേശു ഒരു പുതിയ നിയമ സംഹിത ജീവിച്ചു കാണിച്ചു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാൻ കൽപ്പനയും തന്നു. യേശുവാണ് നിയമം. യേശു ആചാരങ്ങളെക്കാളും പാരമ്പര്യങ്ങളെക്കാളും വലിയവനാണ്. ആചാരങ്ങൾ മൂലമല്ല, യേശു മൂലമാണ് നാം രക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ തന്നെ വിശ്വാസത്തിലല്ല, യേശുവിലാണ് നാം വിശ്വസിക്കേണ്ടത്. പഴയ നിയമത്തെ യേശുവിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കാതെ സ്വീകരിച്ചാൽ നമുക്ക് തെറ്റിപ്പോകും. യേശു പഴയ നിയമത്തെ പൂർത്തിയാക്കി. യഥാർത്ഥ ദൈവവചനം യേശുവാണ്. യേശുവിലാണ് പൂർണ്ണമായ വെളിപ്പാട്. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ബൈബിളിൻ്റെ കേന്ദ്രബിന്ദുവും താക്കോലും യേശുവാണ്. മനുഷ്യന്റെ സത്യാന്വേഷണത്തിൻ്റെ അന്ത്യം യേശുവാണ്. യേശുവിൽ വിശ്വസിക്കുമ്പോൾ ജ്ഞാനത്തിനായുള്ള മനുഷ്യന്റെ ദാഹം തൃപ്തിയടയുന്നു. അങ്ങനെ അറിവിൻ്റെ ഉറവിടം പ്രപഞ്ചമോ പ്രപഞ്ച രഹസ്യങ്ങളോ മനുഷ്യബുദ്ധിയോ അല്ല, മറിച്ച് ദൈവം മാത്രമാണ്. മനുഷ്യബുദ്ധിക്ക് ദൈവത്തിൻ്റെ സഹായത്തോടെ മാത്രമേ ദൈവിക സത്യം ഗ്രഹിക്കാൻ കഴിയൂ. അതിനായി മനുഷ്യഹൃദയത്തിൽ ദൈവവുമായി ബന്ധമില്ലാതെ മരിച്ചിരിക്കുന്ന മനുഷ്യാത്മാവ് ദൈവാത്മാവിൻ്റെ സഹായത്തോടെ യേശുവിൽ വിശ്വസിച്ച് വീണ്ടും ജനനം എന്ന പ്രക്രിയയിലൂടെ ജീവൻ പ്രാപിക്കണം. അങ്ങനെ ജീവൻ പ്രാപിച്ച മനുഷ്യാത്മാവ് നിരന്തരമായി ദൈവാത്മാവിനാലും ദൈവവചനത്താലും നയിക്കപ്പെടണം. അങ്ങനെ ദൈവാത്മാവിനാലും ദൈവവചനത്താലും നയിക്കപ്പെടുന്ന മനുഷ്യാത്മാവ് മനുഷ്യബുദ്ധിയെ നിയന്ത്രിക്കണം. അപ്പോൾ മാത്രമേ ദൈവിക ജ്ഞാനം സംബന്ധമായി മനുഷ്യബുദ്ധി ശരിയായ പാതയിൽ സഞ്ചരിക്കാൻ ആരംഭിക്കുന്നുള്ളൂ. അതായത് യേശുവിൽ യഥാർത്ഥമായി വിശ്വസിക്കാത്തവർക്ക് യഥാർത്ഥ സത്യം ഗ്രഹിക്കാൻ കഴിയില്ല. ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. മനുഷ്യബുദ്ധി കൊണ്ട് മാത്രം ദൈവജ്ഞാനം അന്വേഷിക്കുന്നവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിക്കുകയും സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യും. അങ്ങനെ അവർ തെറ്റിലും ആശയക്കുഴപ്പത്തിലും ചെന്നു ചാടും. അത്തരം ജ്ഞാനമേറുമ്പോൾ ദുഃഖവും ഏറുന്നു. അറിവ് വർദ്ധിക്കുമ്പോൾ വ്യസനവും വർദ്ധിക്കുന്നു. കാരണം ദൈവം കൗശലക്കാരനെ അവൻ്റെ തന്നെ ഉപായങ്ങളിൽ കുടുക്കുന്നു. സത്യത്തിൻ്റെ ഏറ്റവും കൃത്യമായ അടിസ്ഥാനവും മാനദണ്ഡവും
ദൈവപുത്രനും മനുഷ്യപുത്രനുമായ യേശു ക്രിസ്തുവാണ്. സത്യത്തിൻ്റെ കേന്ദ്രബിന്ദുവും അടിസ്ഥാനവും ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട ചിന്തകളും ആകുന്നു. മനുഷ്യന് തന്നിൽ നിന്ന് തന്നെ തെറ്റും ശരിയും സത്യവും അസത്യവും തിരിച്ചറിയാൻ കഴിയില്ല. അതിനാൽ നാം നമ്മുടെ ചിന്തയിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ ചിന്തകളിൽ ആശ്രയിക്കണം. എല്ലാ സത്യത്തിൻ്റെയും ആധികാരികതയുടെയും ആത്യന്തികമായ ഉറവിടവും അടിസ്ഥാനവും ദൈവമാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ചേരാത്ത രീതിയിൽ പ്രവർത്തിക്കുമ്പോഴും യാഥാർത്ഥ്യങ്ങളെ വിശകലനം ചെയ്യുമ്പോഴുമാണ് തെറ്റുപറ്റുന്നത്. സത്യമായിട്ടുള്ളതെല്ലാം ദൈവത്തിൻ്റെ സ്വഭാവത്തോട് ചേർന്ന് പോകുന്നവയായിരിക്കണം. അതിനാൽ ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട തീരുമാനങ്ങളും തെറ്റും ശരിയും മനസ്സിലാക്കാനും അവ തമ്മിൽ വേർതിരിച്ചറിയാനുമുള്ള അടിസ്ഥാനമായി നമുക്ക് ഉപയോഗിക്കാം. ദൈവത്തിൻ്റെ സ്വഭാവവും ഹിതവും ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ദൈവവചനമാണ് നമ്മുടെ ആത്മപരിശോധന കണ്ണാടി. ഒരു ചിന്താഗതി ശരിയാണോ എന്നറിയാൻ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവവചനത്തിലൂടെ അതിനെ നോക്കിക്കണ്ട് അത് ദൈവവചനവുമായി ഒത്തുപോകുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി. ദൈവവചനത്തേക്കാൾ കൂടുതൽ വിശ്വാസ്യമായ ഒരു മാനദണ്ഡം മനുഷ്യന് ആവശ്യമില്ല, മനുഷ്യന് ലഭ്യവുമല്ല. യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിൽ തെറ്റും ശരിയും എന്തെന്ന് നിർണയിക്കാനും രക്ഷ പ്രാപിക്കാനും നമ്മെ സഹായിക്കുന്ന ആധികാരികതയുടെ അടിസ്ഥാനം ദൈവവചനം മാത്രമാണ്. പുതിയ നിയമവിശ്വാസികൾ ഈ സത്യം മനസ്സിലാക്കിയിരുന്നു. ബൈബിൾ നമ്മെ യേശുവുമായുള്ള യഥാർത്ഥ ബന്ധത്തിലേക്കാണ് നയിക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും സഭാപ്രസ്ഥാനത്തിലേക്കല്ല. സത്യത്തിൻ്റെ അടിസ്ഥാന മാനദണ്ഡം പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നാം ചെയ്യുന്ന കാര്യങ്ങൾ സ്വീകാര്യമാകേണ്ട ആളിന് അവ ശരിയാണ് എന്ന് ബോധ്യമാകണം. ശരിയാണ് എന്ന് നമുക്ക് തോന്നിയാൽ മതിയാവില്ല. നമ്മുടെ എല്ലാ പ്രവൃത്തികളും ആത്യന്തികമായി സ്വീകാര്യമാകേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിലാണ്. അതിനാൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പരമപ്രധാനം. അതിനാൽ ദൈവഹിതം നിറവേറ്റുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. സ്വർഗത്തിൽ എത്തിച്ചേരുമെന്ന് ചിന്തിച്ച പലരുടെയും ചിന്ത തെറ്റാണെന്ന് തെളിയുകയും നരകത്തിൽ എത്തിച്ചേരുകയും ചെയ്യും എന്ന് ബൈബിളിൽ നിന്ന് വ്യക്തമാകുന്നു. അതിനു കാരണം അവർ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ ആധിപത്യം പുലർത്തിയത് അവരുടെ തന്നെ ചിന്തകളും പാരമ്പര്യങ്ങളുമായിരുന്നു, ദൈവത്തിൻ്റെ ഹിതമായിരുന്നില്ല. സത്യമെന്ന് അവകാശപ്പെടുന്നവയെല്ലാം ദൈവത്തിൻ്റെ സ്വഭാവത്തോടും തീരുമാനങ്ങളോടും ചേർന്ന് പോകുന്നവയാണോ എന്ന് നാം പരിശോധിക്കണം. നാം ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട തീരുമാനങ്ങളും ഗ്രഹിച്ചിട്ട് അതുമായി പ്രസക്ത സംഭവങ്ങളെയും ചിന്താഗതികളെയും തട്ടിച്ചു നോക്കി അവ ദൈവിക സ്വഭാവത്തോട് ചേർന്നു പോകുന്നതാണോ എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് തെറ്റും ശരിയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയും. ഇപ്രകാരം ദൈവഹിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീതീകരിക്കാനും ന്യായീകരിക്കാനും പറ്റാത്ത വിശ്വാസങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാത്തവയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. സത്യത്തിൻ്റെ ഏറ്റവും കൃത്യമായ അടിസ്ഥാനവും മാനദണ്ഡവും ദൈവവും ദൈവവചനവും ദൈവപുത്രനും മനുഷ്യപുത്രനുമായ യേശു ക്രിസ്തു മാത്രമാണ്. ദൈവപുത്രനായ യേശുവാണ് യഥാർത്ഥ മനുഷ്യപുത്രൻ. മനുഷ്യവർഗത്തിൻ്റെ യഥാർത്ഥ പ്രതിനിധിയും ഉത്തമ മാതൃകയും യേശുവാണ്. ഒരു മനുഷ്യന് വളരാവുന്നതിൻ്റെ പരിധി യേശുവിൽ തെളിവാകുന്നു. എതിർ ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ കപട പ്രതിനിധിയാണ്. ഒരു മനുഷ്യന് അധപ്പതിക്കാവുന്നതിൻ്റെ അളവ് എതിർ ക്രിസ്തുവിൽ തെളിവാകുന്നു. സത്യത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ അടിസ്ഥാനവും മൂലക്കല്ലും ഉരകല്ലും യേശു ക്രിസ്തുവാണ്. എല്ലാവർക്കും എല്ലായ്പ്പോഴും ബൈബിളിനെ പൂർണ്ണമായി വിശകലനം ചെയ്ത് തെറ്റും ശരിയും കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ ഏതു കാര്യവും യേശുവിൻ്റെ വെളിച്ചത്തിൽ താരതമ്യപ്പെടുത്തി നോക്കുവാൻ ആർക്കും സാധിക്കും. ഈ പ്രത്യേക സാഹചര്യത്തിൽ യേശുവാണെങ്കിൽ എങ്ങനെ സംസാരിക്കും,
എങ്ങനെ പെരുമാറും എന്നത് ദൈവവചനത്തിൻ്റെയും നമ്മിലുള്ള പരിശുദ്ധാത്മാവിൻ്റെയും സഹായത്തോടെ നമുക്ക് തിട്ടപ്പെടുത്താവുന്നതാണ്. തെറ്റും ശരിയും തമ്മിൽ വേർതിരിച്ചറിയാൻ നാം ഉപയോഗിക്കേണ്ട അതിർത്തിരേഖയും മൂലക്കല്ലും ഉരകല്ലും യേശു മാത്രമാണ്. അല്ലാതെ തത്വചിന്തകളോ ദൈവശാസ്ത്രങ്ങളോ പാരമ്പര്യങ്ങളോ ഒന്നുമല്ല. സത്യത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. നമ്മുടെ ജീവിതം ശരിയായ അടിസ്ഥാനത്തിന്മേൽ പണിയണമെന്ന് യേശു വ്യക്തമാക്കിയിട്ടുണ്ട്. യേശുവാകുന്ന പാറമേൽ പണിയാത്ത ജീവിതങ്ങൾ പ്രതിസന്ധികളിൽ തട്ടി തകർന്നു പോകും. നമുക്ക് എങ്ങനെ തെറ്റും ശരിയും തമ്മിൽ വേർതിരിച്ചറിയാം എന്നതാണ് പ്രധാന വിഷയം. തെറ്റും ശരിയും വിവേചിച്ചറിയാൻ നാം കഴിവുറ്റവരാകുന്നത് എങ്ങനെയെന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. സത്യം എന്താണ് എന്നറിയാമെങ്കിൽ സത്യമല്ലാത്തതെല്ലാം അസത്യമാണ് എന്ന് തിരിച്ചറിയാം. ശരിയായത് എന്താണ് എന്നറിയാമെങ്കിൽ ശരിയല്ലാത്തതെല്ലാം തെറ്റാണ് എന്നും തിരിച്ചറിയാം.